നമസ്കാരം, എല്ലാവർക്കും ഈ ലൈവിലേക്ക് സ്വാഗതം. there was a technical issue, so that is why സൗണ്ട് ഇഷ്യൂ പലരും റിപ്പോർട്ട് ചെയ്തതുകൊണ്ടാണ് നമ്മളൊന്ന് റീച്ച് ചെയ്യുന്നത്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ എല്ലാവർക്കും വ്യക്തമായിട്ടുണ്ടോ എന്ന് അറിയില്ല, അതുകൊണ്ട് ഒന്നുകൂടി ജസ്റ്റ് പറഞ്ഞതൊന്ന് പെട്ടെന്ന് പറയാണ്. സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പരീക്ഷ പുതിയൊരു എഡീഷനിലേക്ക് മാറുകയാണ്. സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പരീക്ഷകളുടെ പുതിയൊരു യുഗപ്പിറവിയാണ്. കാരണം സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പരീക്ഷ പുതിയ രീതിയിൽ, അതായത് പ്രിലിംസ് പരീക്ഷ, മെയിൻ പരീക്ഷ, അത് തന്നെ മെയിൻ പരീക്ഷയിൽ 2 പേപ്പറുകളുള്ള പരീക്ഷ എന്ന രീതിയിൽ കൂടുതൽ ശക്തമായ ഒരു സെലക്ഷൻ പ്രൊസീജിയറായി മാറുകയാണ് ഈ അടുത്ത പരീക്ഷയോടുകൂടി. നോട്ടിഫിക്കേഷൻ ഒരുപാട് കാത്തിരുന്ന അവസാനം നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നു. നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ മാത്രമേ പഠിക്കൂ എന്ന് തീരുമാനിച്ചിരിക്കുന്നവരും, നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാലും സിലബസ് വരാതെ പഠിക്കാൻ സാധിക്കില്ല എന്ന് തീരുമാനിച്ചവർക്കൊക്കെ പഠിക്കുവാനുള്ള സൗകര്യം ഇതാ PSC ഉണ്ടാക്കി കഴിഞ്ഞു. PSC നോട്ടിഫിക്കേഷൻ, അതിനോടൊപ്പം തന്നെ സിലബസുകളെല്ലാം പുറത്തു വിട്ടിട്ടുണ്ട്. അപ്പൊ ഏതൊരു പരീക്ഷയ്ക്കും പ്രിപ്പയർ ചെയ്യുന്നത് പോലെ തന്നെയാണ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പരീക്ഷയ്ക്കും പ്രിപ്പയർ ചെയ്യുക എന്നിരിക്കലും ഏതൊരു PSC പരീക്ഷയിലും ലക്ഷ്യം വെക്കേണ്ട രീതിയിൽ തന്നെ ആദ്യ റാങ്ക് തന്നെയാണ് അസിസ്റ്റന്റ് പരീക്ഷയിലും നമ്മൾ ലക്ഷ്യം വെക്കേണ്ടത്. എങ്കിലും ചില കാര്യങ്ങൾ പറയാതെ വയ്യ. നമ്മൾ എപ്പോഴും ഓർക്കേണ്ടത് റാങ്ക് 1 നേടുക എന്നുള്ളതാണ്, റാങ്ക് ലിസ്റ്റിൽ എത്തുക എന്നുള്ളതല്ല PSC പരീക്ഷയുടെ ലക്ഷ്യമാക്കേണ്ടത്. ഡയറക്ഷൻ എപ്പോഴും പറയുന്ന മിനി സ്ട്രാറ്റജികൾ ഒന്നാണ്, PSC പരീക്ഷയ്ക്കാണ് പഠിക്കുന്നതെങ്കിൽ അത് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പരീക്ഷയാവട്ടെ, HSA പരീക്ഷകളാവട്ടെ, HSST പരീക്ഷയാവട്ടെ, കോളേജിയേറ്റ് പരീക്ഷകളാവട്ടെ, ഏത് പരീക്ഷയും ആയിക്കൊള്ളട്ടെ 1ാം റാങ്ക് ടാർഗറ്റ് ചെയ്യണം. അതാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം. ഇന്ന് നമ്മുടെ ടീം തന്നെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ആണ് ലക്ഷ്യമെങ്കിൽ ഈ നിയമം തീർച്ചയായും നമ്മൾ ഈ പരീക്ഷയുടെ വിവിധ വശങ്ങൾ പെട്ടെന്നൊന്ന് പരാമർശിച്ചു പോകും. കൂടുതൽ ഡീപ്പായിട്ട് തന്നെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി നമുക്ക് ശ്രമിക്കാം. അപ്പൊ ഇങ്ങനെ ശ്രമിക്കുന്നതിനിടയിൽ തന്നെ നമുക്ക് എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി എന്ന് പറയുന്നത്, നമ്മൾ പരീക്ഷകള് ശരിക്കും മനസ്സിലാക്കിക്കൊണ്ട് വേണം നമ്മൾ പരീക്ഷയ്ക്ക് പഠിക്കുക. ലേണിംഗ് ഫോർ ദ എക്സാമിനേഷൻ, വി ഹാവ് ടു ലേൺ ദ എക്സാമിനേഷൻ എന്നാണ് എപ്പോഴും ഞങ്ങൾ ഡയറക്ഷനിൽ പറയാറുള്ളത്. അതായത് നമ്മൾ പരീക്ഷയ്ക്ക് പഠിക്കുന്നതിന് മുമ്പ് പരീക്ഷയെ പഠിക്കണം. സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പരീക്ഷയ്ക്ക് ഇത് ബാധകമാണ്. മുൻപ് സെക്രട്ടേറിയറ്റ് പരീക്ഷ ഉൾപ്പെടെയുള്ള പരീക്ഷകളിൽ ഉന്നത റാങ്കിൽ നേടിയ ഒരുപാട് ധീരരായ യുവാക്കളെ ഞാൻ ഇപ്പോൾ ഈ സമയത്ത് സ്മരിക്കുന്നു. എല്ലാവരും കാണിച്ചു തന്ന അതേ രീതിയിൽ ഇനിയുള്ള ദിവസങ്ങളിൽ അധ്വാനിച്ച് മുന്നോട്ട് പോയി ഇത് പിടിച്ചെടുക്കാൻ, ആദ്യ റാങ്കുകൾ പിടിച്ചെടുക്കാനുള്ള ശ്രമത്തിൽ സെക്രട്ടേറിയറ്റുകൾ കീഴടക്കാൻ, സെക്രട്ടേറിയറ്റും അതുപോലെ ലോക്കൽ ഫണ്ട് ഓഡിറ്റ് അല്ലെങ്കിൽ കേരള സ്റ്റേറ്റ് ഓഡിറ്റ്, PSC അസിസ്റ്റന്റ് ആകുക എന്നുള്ളൊരു സ്വപ്നം ഉണ്ടാവുക എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കുക എന്നുള്ളതും പ്രധാനപ്പെട്ടതാണ്. പരീക്ഷയെ പഠിച്ചു കഴിഞ്ഞാലും പരീക്ഷയെ പഠിച്ചുകൊണ്ടേയിരിക്കുക, എങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്നുള്ളതിനെ പറ്റി പഠിച്ചുകൊണ്ടേയിരിക്കുക, അങ്ങനെ പഠിച്ചുകൊണ്ടേയിരിക്കുക, എങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്നുള്ളതിനെ പറ്റി പഠിച്ചുകൊണ്ടേയിരിക്കുക, അങ്ങനെ പഠിച്ച് സമയം പോകുന്നവരുമുണ്ട്. അവർക്കുള്ളതാണ് ടോണി റോബിൻസിന്റെ ഈ മനോഹരമായ കോട്ട്, നോയിങ് ഈസ് നോട്ട് ഇനഫ്, യു മസ്റ്റ് ടേക്ക് ആക്ഷൻ. നിങ്ങൾ അറിയുക എന്നുള്ളത് കൊണ്ടെല്ലാം ആയില്ല, പകരം നിങ്ങൾ എന്ത് ചെയ്യണം? അറിവ് ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കണം. ഇത് ഞാൻ പറയാൻ കാരണം, സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പരീക്ഷ എന്തായാലും നോട്ടിഫൈ ചെയ്യപ്പെടുമെന്നുള്ള അറിവ്, ആ ഒരു ധാരണയിൽ കഴിഞ്ഞ പ്രാവശ്യവും മറ്റും ഈ പരീക്ഷ എഴുതിയിട്ട്, ഇതിന്റെ കഴിഞ്ഞ വേർഷനിലാണെങ്കിലും എഴുതിയിട്ട് ജയിക്കാൻ പറ്റാത്ത കുറെ, ആ പരീക്ഷ കഴിഞ്ഞതിന് ശേഷം തന്നെ ഇത് ചർച്ച വരാൻ സാധ്യതയില്ല. PSC വിളിക്കണ്ടാവില്ല, PSC അത് വിളിച്ചിട്ടില്ല. PSC പെട്ടെന്ന് ചെന്നു പോകാവുന്ന മാനസികാവസ്ഥ നമ്മൾക്ക് ഉള്ളത് കൊണ്ടും എപ്പോഴും ഇപ്പൊ പഠിക്കുന്നത് നഷ്ടമായി പോയില്ലേ, നോട്ടിഫിക്കേഷൻ വന്നോട്ടെ എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കും. ഇനി നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ പിന്നെ അന്വേഷണമാണ്. അതായത് നോയിങ് കൊണ്ട് നമ്മൾ തൃപ്തരാവുന്നില്ല. അതായത് നോയിങ് അബൌട്ട് ദ എക്സാമിനേഷൻ പോരാ, ഇനിയും കൂടുതൽ അറിയട്ടെ, അങ്ങനെ ഉണ്ടാവോ, ഇങ്ങനെ ഉണ്ടാവോ, സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ഉണ്ടാവോ, ഇങ്ങനെ. അതായത് തൽക്കാലം നമ്മൾ അധ്വാനം സ്റ്റാർട്ട് ചെയ്യുന്നത് മാറ്റിവെക്കുവാൻ വേണ്ടിയുള്ള എക്സ്ക്യൂസുകളുടെ പിന്നാലെ നമ്മൾ പോകാറുണ്ട്. അപ്പൊ നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത ഏറ്റവും പ്രധാനപ്പെട്ട സാധനങ്ങളിൽ ഒന്നാണ് നമ്മൾ എന്ത് ചെയ്യുക. നമ്മൾ പറഞ്ഞു റാങ്ക് 1 തന്നെ ടാർഗറ്റ് ചെയ്യുക, റാങ്ക്
1 ടാർഗറ്റ് ചെയ്യുക, റാങ്ക് 1 ടാർഗറ്റ് ചെയ്യുക, റാങ്ക് 1 അല്ലാതെ ഒന്നും ടാർഗറ്റ് ചെയ്യരുത്. രണ്ടാമത്തത് എന്താണ്? എക്സ്ക്യൂസിന് പിന്നാലെ ഇപ്പോൾ എന്തുകൊണ്ടാണ് നിങ്ങൾ പഠിക്കാത്തതെന്ന് ചോദിക്കുമ്പോൾ പറയുവാനുള്ള ഒരു കാര്യമായി എന്തുപോലും പാടില്ല, പരീക്ഷ കുറച്ചുകൂടി വ്യക്തമാകാനുണ്ട്. ഇത് ആദ്യത്തെ, ദിസ് ഈസ് ദ ഫസ്റ്റ് അല്ലേ, ഫസ്റ്റ് എക്സാമിനേഷൻ ആണ്. ഫസ്റ്റ് എക്സാമിനേഷൻ കഴിഞ്ഞാലേ അറിയുള്ളൂ, അല്ലെങ്കിൽ എക്സാമിനേഷൻ എങ്ങനെ ആവുമെന്ന് അറിയുന്നില്ല. അപ്പൊ ഇനി വരാൻ പോകുന്ന PSC പരീക്ഷയിലെ ബാക്കി കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് അങ്ങനെ ചെയ്യാം. ഇങ്ങനെയൊക്കെ ചെയ്തോളും. പക്ഷേ ഇപ്പോഴുള്ള അറിവ് വെച്ചുകൊണ്ട് തന്നെ നമ്മൾ മുന്നോട്ട് പോകുന്നത് നിർബന്ധമാണെന്ന് പറയുക. നമ്മൾ ഈ പരീക്ഷയ്ക്ക് പ്രിലിംസും മെയിൻസും ഉണ്ടോ എന്നുള്ളത് നിങ്ങൾക്ക് അറിയാം. പ്രിലിംസ് പരീക്ഷയുടെ സിലബസ് സ്വാഭാവികമായിട്ടും നേരത്തെ നമുക്ക് അറിയുന്നത് തന്നെ ആയിരിക്കുമെന്ന് ഇതിലൊരു വ്യത്യാസമൊന്നും പ്രതീക്ഷിക്കേണ്ട. കാരണം നല്ല ഒരു സിലബസ് ആണ് ഓൾറെഡി ഉള്ളത്. എല്ലാ ഭാഗങ്ങളിലേക്ക്, ജനറൽ നോളജിന്റെ ഹിസ്റ്ററിയില്, ജിയോഗ്രഫിയില്, ഇക്കണോമിക്സില്, സിവിക്സ്, കോൺസ്റ്റിറ്റ്യൂഷൻ, ആർട്ട്, ലിറ്ററേച്ചർ, കൾച്ചർ, ബേസിക് കമ്പ്യൂട്ടർ, സയൻസ് ആൻഡ് ടെക്നോളജി, സിമ്പിൾ അരിത്തമെറ്റിക്, മെന്റൽ അബിലിറ്റി ആൻഡ് റീസണിങ്, ജനറൽ ഇംഗ്ലീഷ്, റീജിയണൽ ലാംഗ്വേജ് അതായത് മലയാളം തുടങ്ങിയ എല്ലാ ഭാഗങ്ങളും ശരിക്കും ശരിക്കും അത് പരീക്ഷിക്കുന്ന ഒരു പ്രിലിംസ് പരീക്ഷ തന്നെയാണ് ഡിഗ്രി ലെവലിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ആ ഡിഗ്രി ലെവലിലെ പരീക്ഷയ്ക്കുള്ള പ്രിപ്പറേഷൻ തീർച്ചയായും നിങ്ങളുടെ മെയിൻ പരീക്ഷയ്ക്ക് കൂടി ഉപകരിക്കുന്ന രീതിയിൽ ഷെഡ്യൂൾ ചെയ്തിട്ട് മുന്നോട്ട് പോകാതിരിക്കുക എന്നുള്ളതാണ് മെയിൻ പരീക്ഷയുടെ പുതിയ സിലബസ് പ്രകാരമാണ്, അബ്സ്ട്രാക്ട് ആണ് ഉദ്ദേശിക്കുന്നത്. നോക്കുക, 2 100 മാർക്കുകളുള്ള പേപ്പറാണ് ഇവിടെ കാണുന്നത്. 2 100 മാർക്കുകളുള്ള പേപ്പറിൽ 2 പേപ്പറിൽ നോക്കിയാലും കൂടുതൽ മാർക്കുള്ള, കുറഞ്ഞ മാർക്കുള്ള എന്ന രീതിയിൽ വലിയ വേരിയേഷൻ വരുന്ന മേഖലകൾ കുറവാണ്. ഉദാഹരണമായിട്ട് പേപ്പർ 1 നമ്മൾ എടുക്കുകയാണെങ്കിൽ അവിടെ സിമ്പിൾ അരിത്തമെറ്റിക്, മെന്റൽ എബിലിറ്റി തുടങ്ങിയ മേഖലകൾ അവിടെ ഒരു 15 മാർക്ക് കിടക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഇംഗ്ലീഷിന് ഒരു 13 മാർക്കും മലയാളത്തിന് 13 മാർക്കും, ഇംഗ്ലീഷിനും മലയാളത്തിനും തുല്യത വന്നിരിക്കുകയാണ്. 15 മാർക്ക് അരിത്തമെറ്റിക്കിന് മെന്റൽ എബിലിറ്റിക്കും വരുന്നു, 13 മാർക്കും എന്തിനു വരുന്നു? ഇംഗ്ലീഷിനും മലയാളത്തിനും വരുന്നു. അപ്പൊ നോക്കൂ, 41 മാർക്ക് 50 മാർക്കിൽ ഇവിടെ കിടക്കുന്നുണ്ട്. ഓർ ഏരിയ എന്ന് പറഞ്ഞാൽ എന്റെ കോൺസെപ്റ്റ് ഞാൻ നേരത്തെ നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ട് മുമ്പത്തെ ഒരു ഓറിയന്റേഷനിൽ. ഇവിടെയും അത് പ്രാവർത്തികമാക്കാം പറ്റുന്ന രീതിയിൽ നിങ്ങൾക്ക് അരിത്തന്നത് വരുമ്പോൾ 26, 10, 35, 41 മാർക്കായി. 100-ൽ 41 മാർക്ക് ഉറപ്പിക്കാൻ സാധിക്കുന്ന മേഖലകളാണ്, ഉറപ്പിക്കാവുന്നതാണത്. അപ്പോൾ ഇത് കാണാതെ പോകരുത്. ഈ ഒരു കോർ ഏരിയ കോൺസെപ്റ്റ് പേപ്പർ 1-ലുണ്ട്. അതുപോലെ പേപ്പർ 2-ൽ നമുക്ക് കണ്ടെത്താം. പേപ്പർ 1-ലുണ്ടെന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾ ഈ പ്രിലിംസിൽ പോയി കഴിഞ്ഞാലും നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇവിടെ ജനറൽ ഇംഗ്ലീഷിന് 20 മാർക്കുണ്ട്, അരിത്തമെറ്റിക്കിന് 20 മാർക്കുണ്ട്, 40, റീജിയണൽ ലാംഗ്വേജിന് 10, 50 മാർക്ക് അവിടെ കിടക്കുന്നുണ്ട്. ആർട്ട്, ലിറ്ററേച്ചർ, കൾച്ചർ അത് ഏതെങ്കിലും ഒന്ന് ശരിക്കും പഠിക്കാൻ മെനക്കെടുകയാണെങ്കിൽ 10 മാർക്ക് അവിടെ ഉണ്ട്. അങ്ങനെയുള്ള സാധ്യത അവിടെ തള്ളിക്കളയരുത്. പിന്നെ നോക്കൂ, ഹിസ്റ്ററി മുതൽ മിക്കവാറും എല്ലാ സയൻസ് സബ്ജക്റ്റിലും എല്ലാം, സോഷ്യൽ സയൻസിലെയും അതുപോലെ തന്നെ ജനറൽ സയൻസിലെ എല്ലാ സബ്ജക്റ്റും തുല്യമായ മാർക്കാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്. 7 മാർക്ക് വീതം. ഹിസ്റ്ററിക്ക് 7 മാർക്ക്, ജിയോഗ്രഫിക്ക് 7, ഇക്കണോമിക്സിന് 7, ലൈഫ് സയൻസ് ആൻഡ് പബ്ലിക് ഹെൽത്തിന് 7, ഫിസിക്സിന് 7, കെമിസ്ട്രിക്ക് 7. പിന്നെ ഇതിൽ നിന്നൊക്കെ മാറിക്കൊണ്ട് കുറച്ചൊരു വെയിറ്റേജ് കിട്ടുന്ന ഒരു ഭാഗമായി ആർട്ട്, ലിറ്ററേച്ചർ, കൾച്ചർ 8 മാർക്ക്. സ്പോർട്സിന് സെപ്പറേറ്റ് ആയിട്ട് 3 മാർക്ക്. ബേസിക് കമ്പ്യൂട്ടറിന് നേരത്തെയൊക്കെ 3 മാർക്കുള്ളത് 6 മാർക്കായിട്ടൊരു പ്രൊമോഷൻ. ഇതാണ് പേപ്പർ 1-ൽ സംഭവിക്കുന്നത്. അപ്പൊ ഹിസ്റ്ററി പ്രിലിംസിലുണ്ട്, ജിയോഗ്രഫി ഉണ്ട്, ഇക്കണോമിക്സ് ഉണ്ട്, ലൈഫ് സയൻസ് അതായത് ബയോളജി ഉണ്ട്, ഫിസിക്സ് ഉണ്ട്, കെമിസ്ട്രി ഉണ്ട്, ആർട്ട്, ലിറ്ററേച്ചർ, കൾച്ചർ അതും അവിടെ പേപ്പർ പ്രിലിംസിന് ഉണ്ട്. സ്പോർട്സ് നമ്മൾ ജനറൽ അവയർനെസ്, കറണ്ട് അഫയേഴ്സിന്റെ ഭാഗമായിട്ട് പഠിക്കുന്ന ബേസിക് കമ്പ്യൂട്ടർ അവിടെ കുറച്ച് കാണാം. അരിത്തമെറ്റിക് ഉണ്ട്, ഇംഗ്ലീഷ് ഉണ്ട്, മലയാളം ഉണ്ട്. അപ്പൊ അതായത് പേപ്പർ 1 ഓഫ് മെയിൻസിന് പഠിക്കുമ്പോൾ ശരിക്കും നമ്മളുടെ പ്രിലിംസ് പരീക്ഷയ്ക്ക് പഠിക്കുന്നത് കുറച്ചുകൂടി ഒന്ന് ആഴത്തിലേക്ക് കൊണ്ടുപോയി പഠിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ ഇവിടെ ഈ മെയിൻസ് പരീക്ഷയുടെ 2 പേപ്പറുകൾ, ആദ്യത്തെ പേപ്പർ 100-ൽ ഒരു 70, 80, 90 മാർക്ക് വരെ പ്രിലിംസിന് പഠിക്കുന്നത് ശരിയായ രീതിയിൽ ഒന്ന് ഷെഡ്യൂൾ ചെയ്ത് മടി കാണിക്കാതെ ഒന്നുകൂടി ആഴത്തിൽ പോയി പഠിച്ചാൽ ശരിയാവുന്നതാണ്. എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, പ്രിലിംസ് ഓറിയന്റഡ് ആയിട്ട് പലപ്പോഴും പോവും. പ്രിലിംസ് ഓറിയന്റഡ് ആയിട്ട് പോയി കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താണ്? പ്രിലിംസിന്റെ പരീക്ഷ ആ ലെവലിലുള്ളത് ഇതേ വരും, അങ്ങനെയുള്ള കോൺസെപ്റ്റിലേക്ക് പോകും. കുറച്ചുകൂടി ഡീപ്പായിട്ട് സിലബസ് ഡീറ്റെയിൽ ആയിട്ട് ഇതിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങളെ പിന്നെ PSC സൈറ്റിലുണ്ട്. അത് ഡൗൺലോഡ് ചെയ്ത് ഒരു പ്രിന്റ് ഔട്ട് ഒക്കെ എടുത്ത് വെച്ചിട്ട് ഒന്ന് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്തൊക്കെ പഠിക്കണം എന്നുള്ളത്. ഇനി മെയിൻസിന്റെ 2ാമത്തെ പേപ്പറിലേക്ക് പോയാൽ നമുക്ക് പ്രിൻസിപ്പിൾസ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ,
പ്രിൻസിപ്പിൾസ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ 10 മാർക്ക്, പ്രിൻസിപ്പിൾ ഓഫ് മാനേജ്മെന്റ് 10 മാർക്ക്, 20 മാർക്ക് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് മാനേജ്മെന്റിന് കൊടുക്കുകയാണ്. പിന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ സ്ട്രക്ചറിന് 12 മാർക്കും സെൻട്രൽ സ്റ്റേറ്റ് റിലേഷന് 8 മാർക്ക്, 20 മാർക്ക് അവിടെയാണ്. അതായത് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞ് നമ്മൾ പഠിക്കുന്ന കോൺസ്റ്റിറ്റ്യൂഷന്റെ തന്നെ സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻസിന്റെ ഭാഗം കൂടി ചേർത്തുകൊണ്ട് പഠിക്കുമ്പോൾ 20 മാർക്ക് അവിടെ കിടക്കുന്നു. കേരള ഇക്കോണമി എന്ന് പറഞ്ഞുകൊണ്ട് 15 മാർക്ക്, കേരള മോഡൽ ഡെവലപ്മെന്റ് 15 മാർക്ക്. എക്കണോമിക്സ് ടോപ്പിക്കുകൾ 30 മാർക്കിനുണ്ടെന്ന് പറയാം. കേരള മോഡൽ ഡെവലപ്മെന്റിൽ ഒരുപാട് ഡെവലപ്മെന്റൽ പ്രോഗ്രാംസ്, ഹെൽത്ത് ഇൻഫ്രാസ്ട്രക്ചർ, ഹെൽത്ത് ആൻഡ് ഹൈജീൻ ഇൻഫ്രാസ്ട്രക്ചർ, കുടുംബക്ഷേമ നടപടികൾ, അങ്ങനെയുള്ള കുടുംബാസൂത്രണ കുടുംബക്ഷേമ പരിപാടികൾ, അങ്ങനെയുള്ള ഒരുപാട് സംഗതികൾ അതിൽ വരും. അപ്പൊ കേരള ഇക്കോണമിയും കേരള മോഡൽ ഡെവലപ്മെന്റും ചേരുമ്പോൾ തന്നെ 30 മാർക്കായി. ഇപ്പൊ ഇവിടെ നോക്കൂ, നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് 20 മാർക്ക്, കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് അലൈഡ് എന്ന് നമുക്ക് പറയാവുന്ന ഭാഗത്തു നിന്ന് 20 മാർക്ക്, പിന്നെ കേരള ഇക്കോണമി ഡെവലപ്മെന്റൽ ഇക്കണോമിക്സുമായി ബന്ധപ്പെട്ട ഭാഗങ്ങൾ കേരള സ്പെസിഫിക് ആയിട്ട് 30 മാർക്ക്, എൻവയോൺമെന്റ് ക്ലൈമറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് 20 മാർക്ക്, ഈ ഗവർണൻസിന് 10 മാർക്ക്. ഇങ്ങനെയാണ് 100 മാർക്ക് കിടക്കുന്നത്. അപ്പൊ ഈ സെക്കൻഡ് പേപ്പർ എന്ന് പറയുന്നത് വളരെയധികം, ഇതില് ശരിക്കും അഡ്മിനിസ്ട്രേഷന്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ നമ്മൾ പ്രിലിംസിന് വേണ്ടി പഠിക്കുന്നുണ്ട്. അതിന് കുറച്ചുകൂടി ഡീപ്പായിട്ട് ഇത് പോകേണ്ടി വരും. അതുപോലെ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് എങ്ങനെയാണ് കാര്യങ്ങൾ മാനേജ് ചെയ്യുന്നത്, അതിന്റെ ബേസിക് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് എന്തൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇതിൽ പഠിക്കേണ്ടി വരും. കോൺസ്റ്റിറ്റ്യൂഷണൽ സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ ഭരണഘടനാനുസൃതമായ ഘടന എന്തൊക്കെയാണ്, ഭരണഘടനയുടെ സ്വഭാവം, ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, അങ്ങനത്തെ കാര്യങ്ങൾ ഉൾപ്പെടെ പ്രത്യേകിച്ച് സ്പെസിഫിക്കലി സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻസ് കോൺസ്റ്റിറ്റ്യൂഷന്റെ ഭാഗമായിട്ട് എങ്ങനെയാണെന്ന് നമ്മൾ എടുത്തു പഠിക്കുകയാണ്. അപ്പൊ 40 മാർക്ക് ഇത്രയും ഭാഗങ്ങളായി. പിന്നെ കേരള ഇക്കോണമി ആൻഡ് കേരള ഡെവലപ്മെന്റ് എന്നുള്ള ഭാഗം മാത്രം എടുത്താൽ 30. അപ്പൊ ടോട്ടല് 70 മാർക്കിന്റെ സിലബസ് അവിടെ കഴിഞ്ഞു. പിന്നെ റെലവെന്റ് ആയിട്ടുള്ള നമ്മളിപ്പോ നേരിടുന്ന ഒരുപാട് സംഗതികൾ, എൻവയോൺമെന്റ്, നമ്മൾ വയനാട്ടിലൊക്കെ ഇപ്പം ചുരൽമലയിലൊക്കെ ദുരന്തങ്ങൾ ഉണ്ടായപ്പോൾ തന്നെ ക്ലൈമറ്റ്, എൻവയോൺമെന്റ്, ഡിസാസ്റ്റർ എന്നൊക്കെ ഉള്ളത് പബ്ലിക് ആയിട്ടുള്ള ഒരു നോട്ടീസിൽ വന്നിരിക്കുന്ന സാഹചര്യമാണ്. തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി കഴിഞ്ഞാൽ എങ്ങനെയാണ് അതിനോട് പ്രതികരിക്കേണ്ടത്, എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യേണ്ടത് എന്നുള്ളത് അറിയുന്ന ആൾക്കാർ തന്നെ ഓഫീസിലും സെക്രട്ടേറിയറ്റിലും ഒക്കെ ഇരിക്കേണ്ടതുണ്ട്. അതിനു വേണ്ടിയിട്ടാണ് ആ ഒരു ഭാഗം കൊണ്ടുവന്നതെന്ന് നമുക്ക് വിശ്വസിക്കാം. പിന്നെ ഇ ഗവേണൻസ് എന്ന് പറഞ്ഞ 10 മാർക്ക്. ഇ ഗവേണൻസ് തീർച്ചയായിട്ടും ആണ്. ഇപ്പം നേരത്തെ മാതിരി വലിയ കത്തുകൾ അയച്ച് 2 ആഴ്ച കാത്തു നിൽക്കുന്ന പരിപാടിയിൽ ഇമെയിലിലൂടെ കാര്യങ്ങൾ നടക്കുന്നു, ഓൺലൈനിൽ അപ്രൂവൽ നടക്കുന്നു, ലൈസൻസ് ഇഷ്യൂ ഓൺലൈൻ നടക്കുന്നു. ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഭരണസിരാ കേന്ദ്രങ്ങളിലും ഭരണപരമായും എക്സിക്യൂഷന്റെ ഭാഗമായി നടത്തുന്ന കാര്യങ്ങളെല്ലാം അനലൈസ് ചെയ്തും ഓഡിറ്റ് ചെയ്തും ശരിയായ രീതിയിലാണോ നടത്തുന്നതെന്ന് തീരുമാനിക്കുന്ന ഓഡിറ്റ് ഓഫീസുകളിലും നിയമിക്കപ്പെടുന്നു. അതുപോലെ PSCയിലും വിവിധ ഇത്തരം കാര്യങ്ങളൊക്കെ എത്തിപ്പെടാൻ സാധ്യതയുള്ള ട്രൈബ്യൂണലുകളിലും ഒക്കെ നിയമിക്കപ്പെടുന്നവർ വ്യക്തമായും അഡ്മിനിസ്ട്രേഷനുമായി, മോഡേൺ അഡ്മിനിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട് നല്ല അവഗാഹമുള്ളവരായിരിക്കണം എന്ന് ഉറപ്പുവരുത്തുന്ന ഒരു സിലബസ് ആണ്. അപ്പൊ ഈ സിലബസ് വളരെ നല്ലൊരു സിലബസ് ആണെന്നാണ് ഞാൻ പറയാ. കാരണം എന്താ വെച്ചാൽ ഈ സിലബസ് പഠിച്ച് ഈ പരീക്ഷകൾ എഴുതി മുന്നോട്ട് കയറി വരുന്ന ആൾക്കാർ തീർച്ചയായിട്ടും ആ സീറ്റുകളിൽ ഇരിക്കാൻ അർഹതയുള്ളവർ തന്നെ ആയിരിക്കും. അപ്പൊ അത് ശ്രദ്ധിക്കേണ്ടത് 2 പേപ്പറുകളുണ്ട്. ഒന്നാമത്തെ പേപ്പർ പ്രിലിംസിനോട് ചേർത്ത് നിർത്തി നമുക്ക് ശരിയായ രീതിയിൽ പഠിച്ചെടുത്ത് ഒരൊറ്റ സമയത്ത് തന്നെ മുന്നോട്ട് കൊണ്ടുപോകാവുന്ന ഒരു സംഗതിയാണ്. എന്നാൽ സെക്കൻഡ് പേപ്പറിന് തികച്ചും ഡിഫറെന്റ് ആയ, തികച്ചും ലാറ്ററൽ ആയിട്ടുള്ള ഒരു അപ്രോച്ച് ആവശ്യമുണ്ട്. ഇതിന് പാരലൽ ആയിട്ടുള്ള ഒരു അപ്രോച്ച് ആവശ്യമുണ്ട്. അപ്പൊ ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട നമ്മൾ നേരത്തെ പറഞ്ഞു, ഒന്ന് ടാർഗറ്റിംഗ് ദ ടോപ്പ് റാങ്ക്, അല്ലാത്തതെല്ലാം തെറ്റാണ്. ചെയ്യരുത് എന്ന് പറഞ്ഞാൽ ഈ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പരീക്ഷയിൽ 1ാം റാങ്ക് അല്ലാതെ ഒന്നും ടാർഗറ്റ് ചെയ്ത്, അതിന് താഴെ ഒന്നും ടാർഗറ്റ് ചെയ്തത്, ലിസ്റ്റ് കയറണം എന്നൊന്നും വിചാരിച്ച്, പ്രിലിംസ് പാസ്സാകണം എന്ന് വിചാരിച്ച് പരീക്ഷ എഴുതരുത്, പ്രിപ്പയർ ചെയ്യരുത്. ഓക്കെ, പകരം ഇതിൽ എനിക്ക് 1ാം റാങ്ക് പിടിക്കണം എന്ന് വിചാരിച്ചുകൊണ്ട് പ്രിപ്പയർ ചെയ്യണം. രണ്ടാമത് നമ്മൾ പറഞ്ഞത് എന്താണ്, ഇതില് പ്രിലിംസ്, മെയിൻസ് എന്ന് പറഞ്ഞ ഭാഗങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ പ്രിലിംസും മെയിൻസും ഉണ്ട് എന്നുള്ളത് മറന്നു പോയിക്കൊണ്ടുള്ള രീതിയിൽ പ്രിപ്പറേഷൻ പാടില്ല. അതുപോലെ തന്നെ പരീക്ഷയെ അറിയാതെ പ്രിപ്പയർ ചെയ്യരുത്. ഇതിൽ നിങ്ങൾ നോക്കേണ്ടത് ഈ മെയിൻസ് പരീക്ഷയിൽ നമ്മൾ കാണുന്ന, അതായത് 2 പേപ്പറുകളായി, ഈ 2 പേപ്പറുകൾ മെയിൻസിലുള്ളതാണ്. അപ്പോൾ പ്രിലിംസ് വരുന്നു, അത് കഴിഞ്ഞിട്ട് പേപ്പർ 1, പേപ്പർ 2 എന്ന് പറഞ്ഞ 2 പേപ്പറുകളുണ്ട്. അപ്പൊ പ്രിലിംസിൽ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് നമ്മൾ കാര്യങ്ങൾ ചെയ്താൽ, പ്രിലിംസിൽ മാത്രമാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ എന്ത് സംഭവിക്കും? പ്രിലിംസ് പാസ്സായി വരികയും മെയിൻസിന്റെ ഏതെങ്കിലും ഒരു പേപ്പറിൽ മാത്രം എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുകയും മറ്റേ പേപ്പർ തൊടാൻ പറ്റാതിരിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടായിക്കൂടായില്ല. അത് മറന്നു പോകരുത്. എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, സ്വന്തം സ്വപ്നങ്ങളുടെ സൗന്ദര്യത്തിൽ വിശ്വസിക്കുന്ന ആൾക്കാർക്ക് തന്നെ ഉള്ളതാണ് ഭാവി എന്നുള്ളത് മറക്കരുത്.
The future belongs to those who believe in the beauty of their dreams. എൽനോസ് റൂസ്വെൽറ്റിന്റെ മനോഹരമായ ഒരു കോട്ടാണ്. The future belongs to those who believe in the beauty of their dreams. നിങ്ങളുടെ സ്വപ്നത്തിന്റെ സൗന്ദര്യത്തിൽ വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങൾക്കുള്ളതാണ് ഭാവി. അപ്പൊ നിങ്ങളുടെ സ്വപ്നം എന്തായിരിക്കണം? സ്വപ്നം എത്ര ഉയരത്തിലേക്ക് പോകുന്നതായിരിക്കണം? അതെ, ഇതിപ്പോ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പരീക്ഷയാണല്ലോ. ഈ പരീക്ഷയിലെ 1ാം റാങ്ക് നേടിയെടുക്കണം എന്നുള്ള രീതിയിലായിരിക്കണം. നമ്മൾ കോഴ്സിന്റെ സ്ട്രക്ചറുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഞാൻ ഒരുപാട് അതിലേക്ക് ഡെലിബറേറ്റ് ചെയ്യുന്നില്ല. എന്നാലും നോക്കുക, നമ്മളിപ്പം ഓൺലൈൻ ആയിട്ടുള്ള സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ബാച്ച് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഓഫ്ലൈൻ ബാച്ചുകളുണ്ട്. നമ്മുടെ കോഴ്സിന് ഓൺലൈൻ ആണെങ്കിൽ അതിന് ലൈവും റെക്കോർഡഡ് ആയിട്ടുള്ള പോർഷൻസ് ഉണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇനി അങ്ങോട്ടാണ് നിങ്ങളുടെ ശ്രദ്ധ വേണ്ടത്. ലൈവ് ക്ലാസ്സുകൾ കൊണ്ട് മാത്രം പഠിക്കും, ലൈവ് ക്ലാസ് ഇല്ലെങ്കിൽ ജീവിക്കാൻ പറ്റില്ല, ലൈവാണ് കാര്യം എന്നൊക്കെയുള്ള രീതിയിൽ നിങ്ങൾ ചിന്തിച്ചാൽ ഇതിൽ പേപ്പർ 2 ഒക്കെ ഒരു സൈഡിലൂടെ പോകും. കാരണം എന്താ വെച്ചാൽ ഇതിൽ കുറച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഡെലിബറേറ്റ് ആയിട്ട് പ്ലാൻ ചെയ്ത ക്ലാസ്സുകൾ ഒന്നുപോലും വിട്ടുപോകാതെ നിങ്ങൾക്ക് എത്തിക്കുക എന്ന് പറയുന്ന സംഗതി ഉണ്ട്. അതിന് തീർച്ചയായിട്ടും റെക്കോർഡഡ് ക്ലാസ്സുകൾ ആവശ്യമായി വരും. നല്ല റെക്കോർഡഡ് ക്ലാസ്സുകൾ കിട്ടുകയും അത് ശരിയായി പഠിച്ച് അത് നോട്ട് തയ്യാറാക്കുക. പ്രിപ്പയർ നോട്ട്സ് പ്രിപ്പയർ ചെയ്യുക എന്നാണ് ഞാൻ പറയുന്നത്. നോട്ട്സ് സംഘടിപ്പിക്കുക എന്നല്ല. നോട്ട്സ് സംഘടിപ്പിക്കുന്നവര് വിജയം സംഘടിപ്പിക്കാൻ ശ്രമിക്കുന്നു. അതേസമയത്ത് നോട്ട്സ് പ്രിപ്പയർ ചെയ്യുന്നവര് വിജയത്തിനായി പ്രിപ്പയർ ചെയ്യുന്നു. മറന്നുപോകരുത്. ഏത് കോഴ്സ് നിങ്ങൾ ജോയിൻ ചെയ്താലും നിങ്ങൾക്ക് എത്ര മെറ്റീരിയൽ ആര് തന്നാലും അത് വെച്ചുകൊണ്ട് അത് മറച്ചു നോക്കി പഠിച്ചുകൊണ്ടിരുന്നാൽ പോരാ. പകരം നിങ്ങൾ കുറെ പേപ്പർ വാങ്ങിയിട്ട് അതിൽ നിന്നൊക്കെ നിങ്ങൾ പഠിച്ചതിന് ശേഷം പ്രധാനപ്പെട്ട നോട്ട്സ് ഉണ്ടാക്കുക. കാരണം ഇതിന്റെ മെയിൻ പരീക്ഷ ശരിക്കും ഡിമാൻഡിങ് ആണ്. പിന്നെ നമ്മളുടെ ഡയറക്ഷൻ ടെസ്റ്റ് സീരീസ് എന്ന് പറയുന്നത് വളരെ വിഖ്യാതമാണ്. എല്ലാ തരത്തിലും നിങ്ങളുടെ പരീക്ഷയിലേക്ക് ചേർന്ന് നിൽക്കുന്നു. പരീക്ഷയെക്കാളും കുറച്ചുകൂടി നിലവാരം പുലർത്തുന്നതായിട്ടുള്ള ടെസ്റ്റ് പേപ്പറുകൾ എന്നുണ്ടാകും. ഓരോ സെക്ഷനും വേണ്ട ടെസ്റ്റുകൾ, ഫുൾ ടെസ്റ്റുകൾ. പിന്നെ കഴിഞ്ഞ വർഷം വരെ 2017 മുതലാണല്ലോ നമ്മളെ PSC ഒന്ന് മാറിയിട്ട് ചോദ്യങ്ങളിലൊക്കെ മാറ്റങ്ങൾ വന്നു തുടങ്ങിയത്. 2017 മുതൽ ഇപ്പോൾ വരെ നടന്നുകൊണ്ടിരിക്കുന്ന PSC പരീക്ഷയുടെ ചോദ്യങ്ങളെല്ലാം ഞങ്ങൾ കളക്ട് ചെയ്യുകയും വിവിധ പരീക്ഷകളിൽ അതിന് ഉപകരിക്കുന്ന ആ സെക്ഷനുകൾ വരുന്ന പരീക്ഷകളുടെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറുകൾ കൂടി കൊണ്ടുവരാൻ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. അത് അങ്ങനെയും അതല്ലാതെ PSCയുടെ തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ മൊത്തത്തിലും ചെയ്ത് പരിശീലിക്കുവാനുള്ള ഒരു സന്ദർഭം നമ്മളുടെ ഓൺലൈൻ ഓഫ്ലൈൻ ബാച്ചുകളിൽ കൊടുക്കാറുണ്ട്. പിന്നെ ഇപ്പൊ കുറച്ചു കാലമായിട്ട് 2017 മുതൽ നമ്മൾ കേൾക്കുന്നതാണ് SCERT NCERT ടെക്സ്റ്റ് ബുക്കുകൾ വായിക്കണം എന്നുള്ളത്. അത് വായിക്കാറുമുണ്ട്, പലരും വായിക്കാറുണ്ട്, വായിച്ച് മറന്നു പോകാറുണ്ട്. അപ്പൊ വായിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് ടെസ്റ്റ് പേപ്പറുകൾ നടത്തുക. ഞങ്ങൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഏതൊക്കെ ഒരു പാർട്ട് നിങ്ങൾക്ക് തരും, അല്ലെ നിങ്ങളോട് പഠിക്കാൻ പറയും. അതിനുശേഷം അതിന്റെ ടെസ്റ്റ് പേപ്പറുകൾ നടത്തും. അതിൽ നിന്ന് വരാവുന്ന സാധ്യതയുള്ള ചോദ്യമാണ്. ഡയറക്റ്റ് ആയിട്ട് ചോദ്യങ്ങൾ വരണമെന്നില്ല. ഇത് അറിയുമെങ്കിൽ മാത്രം ആൻസർ ചെയ്യാൻ പറ്റുന്ന കുറച്ചുകൂടി ഉയർന്ന നിലവാരത്തിലുള്ള ചോദ്യങ്ങൾ വന്നെന്നിരിക്കാം. അത് തയ്യാറാക്കാനുള്ള സംഗതി. കറണ്ട് അഫയേഴ്സിന്റെ സ്പെഷ്യൽ സെഷൻസ് നമ്മൾ കൊടുക്കും. അത് ലൈവായിട്ട് തന്നെ കൊടുക്കാനാണ് ഞങ്ങളുടെ പദ്ധതി എന്ന് പറയുന്നത്. ലൈവ് ക്ലാസ്സുകളിലൂടെ ഓരോ 15 ദിവസത്തെയും അല്ലെങ്കിൽ ഒരു മാസത്തെ കറണ്ട് അഫയേഴ്സ് ഒന്നിച്ചോ ഏതാണോ അക്കാഡമിക് തീരുമാനിക്കുന്ന ഫ്രീക്വൻസി അതിനനുസരിച്ച് കൊടുക്കുന്നതായിരിക്കും. പിന്നെ മാർക്ക് ബൂസ്റ്റർ സെഷൻസ്, അതായത് മാർക്ക് നഷ്ടപ്പെട്ടു പോകാതിരിക്കുവാൻ വേണ്ടി എങ്ങനെ സ്കോർ ഇംപ്രൂവ് ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ പറ്റിയുള്ള സെഷൻസ് ഉണ്ടാവും. പിന്നെ മാത്സ്, റീസണിങ്, ഇംഗ്ലീഷ് ഇതിനൊക്കെ സ്പെഷ്യൽ വർക്ക്ഔട്ട് സെഷൻസ് നമ്മളെപ്പോഴും അറേഞ്ച് ചെയ്യാറുണ്ട്. നമ്മളിപ്പം ഈ പേപ്പർ 1ഉം അതുപോലെ പ്രിലിംസും കൂടി വരുന്ന ഒരു മേഖലയിൽ കൊടുക്കുന്ന കൂടുതൽ സമയമാണ് വരുന്നത്. ഇതിൽ ചില ഇപ്പൊ കേരള ഗവൺമെന്റ് സെറ്റ് അഡ്മിനിസ്ട്രേഷൻ എന്നുള്ളത് നമ്മൾ 15 മണിക്കൂർ ആദ്യമേ കൊടുത്തു വെച്ചിരിക്കുന്നത് എന്താ വെച്ചാല് ഇപ്പൊ വന്നിരിക്കുന്ന പോർഷൻസിലുള്ള കുറെ അതിലേക്ക് കൊണ്ടുവരാൻ പറ്റും. നമ്മൾ ഇവിടെയൊക്കെ ഇതൊക്കെ പ്രിലിംസ് ഓറിയന്റഡ് ആയിട്ട് പോകുന്ന സെഷനോട് കൂടെ മെയിൻസിന് വേണ്ട ഭാഗങ്ങളോട് ചേർക്കുന്ന രീതിയിലാണ്. എപ്പോഴും പ്രിലിംസ് ഓൺലി അല്ല, പ്രിലിംസ് ആൻഡ് മെയിൻസ് എങ്ങനെയൊക്കെ ക്ലാസ്സുകളിൽ കൊണ്ടുവരാൻ പറ്റുമോ അതാണ് ഞങ്ങൾ ചെയ്യുക. സാധാരണഗതിയിൽ എപ്പോഴും ഈ അവേഴ്സും ഇതൊക്കെ ഇപ്പം പറഞ്ഞിരിക്കുന്ന 280 മണിക്കൂർ എന്നൊക്കെ പറയുന്ന ഭാഗങ്ങളൊക്കെ തന്നെ അതിൽ കൂടുതൽ അവേഴ്സ് വരും. ഇതൊക്കെ മിനിമം ആണ്. ഇതിലൊക്കെ 5, 10, 20% ഓരോ സെക്ഷനിൽ വർദ്ധിപ്പിക്കുന്നതും അതുപോലെ തന്നെ ചിലതിൽ ഇത്ര വേണ്ട അത്ര തന്നെ വേണമെന്നില്ല എന്ന് പറയുന്നത് കുറയ്ക്കുന്നതും ആ കുറയ്ക്കുന്ന സമയങ്ങളിൽ ടെസ്റ്റ് പേപ്പറുകളിലേക്കും മറ്റും കൊണ്ടുവരുന്നതും ഒക്കെ എന്നും ഡയറക്ഷന്റെ സ്ട്രാറ്റജിയാണ് എന്നുള്ളത്. അപ്പോൾ പഠിക്കുമ്പോൾ ഇങ്ങനെ ഓരോന്നും എടുത്ത് പഠിക്കണം. കുറച്ചു നേരം നമുക്ക് അത് പഠിക്കാം, കുറച്ചു നേരത്ത് പഠിക്കാം എന്നുള്ളതിന് പകരം ഓരോന്നും എത്ര മണിക്കൂർ വീതം നമ്മൾ പഠിക്കണം എന്നൊക്കെ തീരുമാനിച്ച് മുന്നോട്ട് പോകുന്ന വളരെ വ്യവസ്ഥാപിതമായ ഒരു സംവിധാനത്തിലൂടെ പോകാൻ പറ്റും. പിന്നെ നമ്മളുടെ സെഷൻസ് എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഒരു ഡിസ്ക്രിപ്റ്റീവ് മോഡലാണ്. എപ്പോഴും ഡിസ്ക്രിപ്റ്റീവ് മോഡ് എന്ന് പറഞ്ഞാൽ
ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് പറയില്ല എന്നല്ല, നിങ്ങൾക്ക് കൂടുതൽ എക്സ്പ്ലനേഷൻ കിട്ടുന്ന രീതിയിലുള്ള ക്ലാസ്സുകളായിരിക്കും. അത് കഴിഞ്ഞാൽ ടെസ്റ്റ് പേപ്പറുകൾ നടത്തുന്ന ഒബ്ജക്റ്റീവ് ആയിരിക്കും. നിങ്ങൾക്കറിയാം ഈ പ്രിലിംസിന്റെ പരീക്ഷയും മെയിൻസിന്റെ 2 പേപ്പറുകളും ഒബ്ജക്റ്റീവ് ടൈപ്പാണ്. അപ്പോൾ ഒബ്ജക്റ്റീവ് പരീക്ഷകൾ എഴുതി പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത് എപ്പോഴും റെഡിയാണ്. ഇപ്പോൾ ഡയറക്ഷനിലെ ഓഫ്ലൈൻ സെക്കൻഡ് ബാച്ച് തുടങ്ങിയിട്ട് കുറച്ചു കാലമായിട്ടേ ഉള്ളൂ. ഇപ്പൊ തന്നെ ഒരു 4-5 ഫുൾ ടെസ്റ്റുകൾ അവർ ചെയ്തു കഴിഞ്ഞു. ഫുൾ ടെസ്റ്റുകൾ തന്നെ 5 ഫുൾ ടെസ്റ്റുകളൊക്കെ ചെയ്ത് ഇപ്പം ഡിസ്കഷന് ശേഷം അടുത്ത പഠിക്കാൻ സമയം കൊടുക്കുക എന്നുള്ള രീതിയിൽ ആഴ്ചയിൽ 1 എന്നുള്ള രീതിയിലൊക്കെ ക്രമീകരിക്കുക. നേരത്തെ ഒരാഴ്ചയിൽ 2 ടെസ്റ്റ് പേപ്പറുകൾ വരെ പോകുന്ന സംവിധാനം ഉണ്ടായിരുന്നു. കാരണം ടെസ്റ്റ് പേപ്പറുകൾ എഴുതിയിട്ട് ടെസ്റ്റ് പേപ്പറുകളിൽ വല്ലാണ്ട് സർപ്രൈസ്ഡ് ആയി പോകാത്ത ഒരവസ്ഥയിലേക്ക് കൊണ്ടുപോകുക എന്നുള്ള ഒന്ന്, കുമ്പാരമാക്കി ആ സംവിധാനം ഒഴിവാക്കുക എന്നുള്ളത്. അതായത് നമ്മൾ അറിയിട്ട് നമ്മൾ ഒരിക്കലും തെറ്റിക്കില്ല എന്ന് തീരുമാനിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട അടുത്തൊരു കാര്യം. 0 എറർ എന്നുള്ളത് എപ്പോഴും നിങ്ങൾ ഓർക്കണം. 0 എറർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചോദ്യം വായിക്കുന്നു, ഉത്തരങ്ങൾ ഓപ്ഷൻസ് കമ്പൈൻഡ് ആയാലും സ്റ്റേറ്റ്മെന്റ് ആയാലും എല്ലാം വായിച്ചു നോക്കിയിട്ട് ഉത്തരം അറിയാമെങ്കിൽ ഇത് തന്നെയാണ് ഉത്തരം, മറ്റതൊന്നും ഉത്തരമല്ല, ഇത് തന്നെയാണ് ഉത്തരം എന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം മാർക്ക് ചെയ്യാൻ. സംശയം ഉണ്ടെങ്കിൽ തൽക്കാലം നിങ്ങളെ റഫ് നോട്ടിലൊക്കെ പ്രാക്ടീസ് സമയത്ത് നോട്ടിലൊക്കെ ഇതാണ് എനിക്ക് കിട്ടിയ ഉത്തരം, പക്ഷെ എനിക്ക് ഉറപ്പില്ല, മാർക്ക് ചെയ്യില്ല എന്ന് തീരുമാനിച്ച് മാർക്ക് ചെയ്യാതിരിക്കാൻ ധൈര്യം കാണിക്കുക. ഈ ഒരു ധൈര്യം എന്ന് പറഞ്ഞാൽ ഒന്നാം റാങ്ക് നേടാൻ തീരുമാനിച്ച് ഒരുമ്പട്ടിറങ്ങിയവർക്ക് മാത്രം ഉണ്ടാവുന്ന ഒരു ധൈര്യമാണ്. കാരണം എന്താ വെച്ചാല് ഇതങ്ങ് കിടക്കട്ടെ, അത് കിടക്കട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇതെല്ലാം മാർക്ക് ചെയ്ത് അവസാനം വരിക വെച്ചാൽ 40 കറക്റ്റ് ആയി എന്ന് വിചാരിക്കുക, ബാക്കി 60 തെറ്റിപ്പോയാൽ ആലോചിച്ച് നോക്കേണ്ടത് നെഗറ്റീവ് മാർക്ക് എന്ന് പറഞ്ഞാൽ ഭീകരമായ രീതിയിൽ വരികയാണ്. 3 ചോദ്യങ്ങൾ തെറ്റിയാൽ 1 മാർക്കെങ്കിലും പോകുന്ന രീതിയിൽ PSC അങ്ങ് നമ്മൾ ഓൾറെഡി സമ്പാദിച്ചത് കൊണ്ടുപോകും. അതില്ലാതിരിക്കാൻ 0 എറർ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ ടെസ്റ്റ് സീരീസ് ഏകദേശം ഒരു ധാരണ തരാൻ വേണ്ടി എടുത്ത് പറയാണ്. ടെസ്റ്റ് സീരീസ് എന്ന് പറയുന്നത് വെറുതെ ഒരു ടെസ്റ്റ് സീരീസ് എന്ന് പറഞ്ഞ് വെക്കുന്ന ഒരു രീതിയല്ല വേണ്ടത്. പകരം ഓരോ സെക്ഷനിലും ഒരു 50 ടെസ്റ്റുകളെങ്കിലും നമ്മൾ വിവിധ സെഷനുകളിലായിട്ടുള്ളത് പ്രിലിംസിന് തന്നെ കൊടുക്കുന്നുണ്ട്. മെയിൻസിന് പിന്നെ അതിൽ കൂടുതൽ ടെസ്റ്റുകൾ ഓരോ സെക്ഷനും, കാരണം വെയിറ്റേജ് കൂടുതലായതുകൊണ്ട് ഓരോ സെക്ഷനും വെവ്വേറെ തന്നെ നമ്മൾ പ്ലാൻ ചെയ്യുകയും അത് അടുത്ത ബാച്ചുകളിൽ ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ മിനിമം 50 ടെസ്റ്റുകൾ 25 മാർക്കെങ്കിലും ഇത് 25 കൂടുതലുള്ളത് വരെ 50 ടെസ്റ്റ് പേപ്പറിൽ കൂടുതൽ ഉണ്ടാവുകയും ചെയ്യുക. ഫുൾ മോഡൽ ടെസ്റ്റുകൾ ഏറ്റവും ചുരുങ്ങിയത് 5, പിന്നെ ഓരോ പേപ്പറിനും പേപ്പർ 1 പേപ്പർ 2 മെയിൻസിന് 5 മോഡൽ ടെസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ നാളെ മോഡലാണ് എന്ന് പറഞ്ഞുകൊണ്ട് നടത്തുന്ന ടെസ്റ്റുകളാണ്, അല്ലാതെ ഫുൾ ടെസ്റ്റുകളല്ല. പരീക്ഷയിൽ 100 മാർക്കുള്ള പരീക്ഷകൾ 100 മാർക്കുള്ള 1.25 മണിക്കൂറോ അല്ലെങ്കിൽ 1.5 മണിക്കൂറോ ഉള്ള ടെസ്റ്റുകൾ ഈ കോഴ്സിലുടനീളം ഇടയ്ക്കിടയ്ക്ക് നടന്നുകൊണ്ടിരിക്കും. അതല്ലാതെ ഈ കോഴ്സിന്റെ ഭാഗമായിട്ട് ഫുൾ മോഡൽ ഡയറക്ഷൻ മോഡൽ ടെസ്റ്റ് ഫോർ സെക്രട്ടറി ടെസ്റ്റ് എക്സാമിനേഷൻ എന്ന് നടത്തുന്ന നമ്മളെ കോഴ്സിൽ ജോയിൻ ചെയ്തവർക്ക് നടക്കുന്ന ടെസ്റ്റാണ് ഈ പറഞ്ഞ 5 ഫുൾ മോഡൽ എന്ന് പറയുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ 20 ടെസ്റ്റെങ്കിലും NCERT ബേസ്ഡ് SCERT ബേസ്ഡ് ഇൻഡിവിജ്വലി നടത്തുന്നുണ്ട്. പ്രീവിയസ് ഇയർ കേരള PSC എക്സാമിന്റെ ടെസ്റ്റ് പേപ്പറുകൾ നേരത്തെ പറഞ്ഞത് ചെയ്യാം. പിന്നെ നമ്മളെ മാർക്ക് ബൂസ്റ്റർ സെഷൻസിന്റെ പല രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ പഠിക്കാൻ വേണ്ട പ്രത്യേക നമ്മുടെ ഷെഡ്യൂളിംഗ് തന്നെ ആ ഒരു ഇതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ കോർ ഏരിയ ക്വസ്റ്റ്യൻസ് ഏറ്റവും പ്രധാനപ്പെട്ട കോൺസെപ്റ്റ്. ഈ കോർ ഏരിയ അതുപോലെ തന്നെ ഇതിന്റെ കൂടെ അഡീഷണൽ ആയിട്ട് ഇപ്പം നമ്മൾ മെയിൻസിന്റെ എടുക്കുമ്പോൾ മെയിൻസിന്റെ കോർ ഏരിയ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. അതുപോലുള്ള ഏരിയ സ്പെസിഫിക് ആയിട്ട് ഫുൾ മാർക്ക് നേടിക്കാൻ എന്ത് ചെയ്യണം എന്നുള്ളതിനെ പറ്റിയുള്ള ഷുവർ ഷോർട്ട് 50 എന്നുള്ള ഒരു കോൺസെപ്റ്റിലൂടെയാണ് വിവിധ ഭാഗങ്ങൾ പോവുക. 50 മാർക്കിന് ഷുവർ ആക്കുന്ന മേഖലയെ എങ്ങനെ നേരിടാൻ പറ്റും. പിന്നെ QAയുടെ വർക്ക് ബുക്ക് എന്ന് പറയുന്നത്, അതായത് വർക്ക് ബുക്ക് എന്ന് പറയുന്നത് എല്ലാ സെക്ഷനിലും QAയുടെ എല്ലാ സെഷനിലും നിങ്ങൾക്ക് നമ്മൾ ഓൺലൈനായിട്ട് തന്നെ ചെയ്യേണ്ട ടെസ്റ്റ് പേപ്പറുകൾ, ടെസ്റ്റുകൾ, ക്വസ്റ്റ്യൻസ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ QAയിൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടാൻ വേണ്ടി എന്തൊക്കെ നിങ്ങളെ കൊണ്ട് ചെയ്യിക്കണോ അതെല്ലാം ഓരോ പാഠം കഴിയുമ്പോൾ ഉള്ള യൂണിറ്റ് ടെസ്റ്റുകൾ, ലേണിംഗ് അസസ്മെന്റ് ടെസ്റ്റുകൾ, പിന്നെ സെക്ഷണൽ ടെസ്റ്റുകൾ, ഇതെല്ലാം ചേർന്നിട്ട് നിങ്ങൾക്ക് ആ ഒരു സംവിധാനം ഉണ്ടാകും. പിന്നെ ഇതെല്ലാം പേരുകൾ ലാംഗ്വേജ് ജിം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ജിമ്മിൽ പോകാന്നല്ല ഉദ്ദേശിക്കുന്നത്. ലാംഗ്വേജ് ജിം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കാൻ ലാംഗ്വേജിൽ ഫുൾ മാർക്ക് നേടാൻ വേണ്ടി എന്തൊക്കെ ചെയ്യണം, ഇംഗ്ലീഷ്, മലയാളം. അതിൽ സാധാരണ ഇതിൽ ഗ്രാമർ, വൊക്കാബുലറി 2 പാർട്ടായിട്ടാണ് വരുന്നത്. അപ്പൊ ഗ്രാമർ എല്ലാം പഠിച്ചെടുക്കുന്ന എങ്ങനെ എത്ര ക്ലാസ്സുകൾ കൊണ്ട് ചെയ്യാൻ പറ്റും, എത്ര ടെസ്റ്റുകൾ നമുക്ക് നോക്കിയാൽ ചെയ്യുക. അതിന്റെ കൂടെ തന്നെ വൊക്കാബുലറി ഇമ്പോർട്ടന്റ് ആണ്. ഏകദേശം 50% മാർക്ക് വൊക്കാബുലറിക്കാണ്. അപ്പൊ എന്തൊക്കെയാണ് പദങ്ങൾ, പദപ്രയോഗങ്ങൾ എന്താണ്, മീനിങ് എന്താണ്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം പഠിപ്പിക്കുന്ന ഒരു സംഗതി. അതെല്ലാം പഠിക്കുന്നു ഉറപ്പുവരുത്തുന്ന ഒരു സംവിധാനമാണ് ലാംഗ്വേജ്. NCERT ബാക്ക് ടു ബേസിക്സ് എന്നുള്ള സീരീസിൽ മുന്നോട്ട് പോകും.
ഓക്കെ, അതായത് SCERT NCERT പുസ്തകങ്ങൾ ഇതുവരെ വായിക്കാത്തവർ ഇന്ന് തന്നെ ഈ സെഷൻ ചെയ്താൽ ആദ്യം ചെയ്യേണ്ടത് ഇതെല്ലാം ഫ്രീ ആയിട്ട് അവൈലബിൾ ആണ്. ഡൗൺലോഡ് ചെയ്യുക. നിങ്ങളുടെ ലാപ്ടോപ്പ് ഉണ്ടെങ്കിൽ അതിൽ ശേഖരിച്ച് റെഡിയാക്കി വെക്കുക. കാറ്റഗറൈസ് ചെയ്യാൻ പറ്റുന്ന കാറ്റഗറൈസ് ചെയ്യുക. ഓരോ ക്ലാസ്സിൻ്റെതും വെവ്വേറെ മാറ്റി വെക്കുക. എന്നിട്ട് വായിച്ചു തുടങ്ങിക്കോളുക. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. പിന്നെ നമ്മളുടെ ഗെയിം ചേഞ്ചേഴ്സ് എന്ന് പറയുന്നത് എപ്പോഴും ഉണ്ടായിരിക്കും ഡിസ്കഷൻസ്, ടെസ്റ്റ് പേപ്പേഴ്സ്. ഈ ടെസ്റ്റ് പേപ്പർ കഴിഞ്ഞിട്ട് ടെസ്റ്റ് പേപ്പർ വെച്ചുകൊണ്ടുള്ള ഡിസ്കഷനും പിന്നീട് ഇതിന്റെ ഭാഗമായിട്ട് വരും. അതായത് മെയിൻ ആയിട്ടുള്ള എല്ലാ ടെസ്റ്റ് പേപ്പറും അത് നടക്കില്ല. അതേസമയത്ത് മെയിൻ ആയിട്ടുള്ള ടെസ്റ്റ് പേപ്പറുകൾ കഴിഞ്ഞാൽ ആ ടെസ്റ്റ് പേപ്പറുകളിലെ ഒന്നുകിൽ എല്ലാ ഏരിയയും അതല്ലെങ്കിൽ പ്രധാനപ്പെട്ട ചില ഏരിയകൾ അത് തീർച്ചയായിട്ടും ക്ലാസ്സുകളിൽ ഡിസ്കസ് SCERT പുസ്തകങ്ങൾ നിങ്ങൾ കൈവശം ഉണ്ടാവും. അത് ബേസ്ഡ് ആയിട്ടുള്ള പല സംഗതികൾ അവൈലബിൾ ആണ്. പിന്നെ നമ്മൾ തന്നെ നേരത്തെ പബ്ലിഷ് ചെയ്ത് ഇറക്കിയ ചാമ്പ്യൻ എന്ന പുസ്തകത്തിന് 2 വോളിയം, അതുപോലെ തന്നെ അറിവിന്റെ പേടൊക്കെ വെച്ചുകൊണ്ട് ഇപ്പോഴേ പഠനം തുടങ്ങിയ ആൾക്കാരുണ്ട്. അവർക്കൊക്കെ അതിൻ്റെതായ അഡ്വാൻറ്റേജ് തീർച്ചയായിട്ടും ഉണ്ടാവുമല്ലോ. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പോകുന്ന, കുറച്ചുകൂടി ഡീപ്പർ ആയിട്ട് പോകുന്ന അഡ്വാൻസ് ആയിട്ടുള്ള നോട്ടുകൾ തീർച്ചയായിട്ടും ഉണ്ടാവും. സിലബസിന്റെ വളരെ സൂക്ഷ്മമായ മേഖലയിലേക്ക് അപഗ്രഥനം ചെയ്ത് ഏത് മേഖലകൾക്ക് നമ്മൾ സ്ട്രെസ് ചെയ്യണം, ഏത് മേഖലകളെ നമ്മൾ ഒന്നുകൂടി വേറിട്ട രീതിയിൽ സമീപിക്കണം എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ടുള്ള അപ്രോച്ച് ആയിരിക്കും നമ്മളുടെ വിന്നിങ് സ്ട്രാറ്റജിയിൽ ഉണ്ടാവുക. ഇതിനാണ് നമ്മൾ വിന്നിങ് സ്ട്രാറ്റജി എന്ന് പറയുന്നത്. എങ്ങനെ ജയിക്കാൻ പറ്റും PSC പരീക്ഷയിൽ എന്ന് ഉള്ളത് തീരുമാനിക്കുന്ന ഒരു സംഗതിയാണ് വിന്നിങ് സ്ട്രാറ്റജി എന്ന് പറയുന്നത്. സോ വൺസ് യു ആർ റെഡി വിത്ത് ദ വിന്നിങ് സ്ട്രാറ്റജി and if you prepare as per the plan, you are supposed to reach the top rank. അതിൽ ഒരു സംശയവും ഉണ്ടാകാത്ത രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. പിന്നെ കറണ്ട് അഫയേഴ്സിന്റെ നിങ്ങളുടെ ക്ലാസ്സുകളിൽ കറണ്ട് അഫയേഴ്സിന്റെ ക്യാപ്സ്യൂൾസ്, അങ്ങനെ കറണ്ട് അഫയേഴ്സിന്റെ ക്യാപ്സ്യൂൾസ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കറണ്ട് അഫയേഴ്സ് നിങ്ങൾ പത്രം വായിക്കുന്നുണ്ട് എന്ന് വിചാരിക്കുക. പത്രം വായിക്കാത്തവര് പത്രം വായിച്ചു തുടങ്ങുക. ഞാൻ സജസ്റ്റ് ചെയ്യുന്ന പേപ്പർ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ ദ ഹിന്ദു ആണ്. ഹിന്ദു ന്യൂസ് പേപ്പർ ഇംഗ്ലീഷും കൂടി ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നുള്ളതുകൊണ്ടാണ് സജസ്റ്റ് ചെയ്യുന്നത്. ഇംഗ്ലീഷ് നമുക്ക് എന്തായാലും ഈ പരീക്ഷയ്ക്ക് ആവശ്യമുണ്ട്. അപ്പൊ ഹിന്ദു ന്യൂസ് പേപ്പർ വായിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം നാഷണൽ ഇന്റർനാഷണൽ ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ഡീറ്റെയിൽസ് ഒക്കെ കിട്ടും. സയൻസ് ആൻഡ് ടെക്നോളജി, സ്പോർട്സ് എല്ലാം കിട്ടും. പിന്നെ നമുക്ക് കേരള ന്യൂസിന് വേണ്ടിയിട്ട് വേണമെങ്കിൽ ഏതെങ്കിലും ഒരു മലയാള പത്രം നോട്ട് ചെയ്ത് അതിൽ നിന്നുള്ള നോട്ട് ചെയ്യാം. അല്ലെങ്കിൽ അതിനുവേണ്ടി മാസികകൾ ഏതെങ്കിലും ഡിപ്പെൻഡ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. അപ്പൊ അത് ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ പത്രം വായിക്കാതിരിക്കുക. സമയം ലാഭിക്കാൻ വേണ്ടി പത്രം വായിക്കുന്നില്ല എന്ന് തീരുമാനിക്കരുത്. പിന്നെ ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യം, പത്രം വായിക്കുമ്പോൾ അറിയാത്ത വാക്കുകൾ ശ്രദ്ധയിൽപ്പെട്ട ഒരു അനുഗ്രഹമായി കണ്ട് ഉടനെ തന്നെ നോട്ട് ചെയ്ത് വെക്കുകയും സൗകര്യം കിട്ടുമ്പോൾ അപ്പോൾ തന്നെ സാധിക്കുകയും അപ്പൊ തന്നെ, അല്ലെങ്കിൽ സൗകര്യം കിട്ടുമ്പോഴെങ്കിലും നല്ലൊരു ഡിക്ഷണറി നല്ലത് ഏതെന്നൊക്കെ ചോദിച്ചാൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. മിക്കവാറും ഓക്സ്ഫോർഡ് അഡ്വാൻസ്ഡ് ലേണേഴ്സ് ഡിക്ഷണറി ആയിരിക്കും. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഓക്സ്ഫോർഡ് അഡ്വാൻസ്ഡ് ലേണേഴ്സ് ഡിക്ഷണറി നോക്കുക. ഓക്കെ, അപ്പോൾ ഡെയിലി ഡിസ്ക്രിപ്റ്റീവ് കറണ്ട് അഫയേഴ്സിന്റെ ഒരു ക്യാപ്സ്യൂൾ അവൈലബിൾ ആക്കും പരീക്ഷയുടെ. അതായത് ആദ്യ മാസങ്ങൾ എല്ലാം ചൂട് പിടിച്ച് നിങ്ങൾ പഠനത്തിന്റെ രീതിയിലേക്ക് മാറിക്കഴിഞ്ഞ ഉടനെ തന്നെ ഇത്തരം കാര്യങ്ങളൊക്കെ തുടങ്ങും. വീക്ക്ലി കറണ്ട് അഫയേഴ്സ് സെഷൻസ്, തീം ബേസ്ഡ് ഡിസ്കഷൻസ് നേരത്തെ ഞാൻ പറഞ്ഞതാണ്. ഈ വീക്ക്ലി കറണ്ട് അഫയേഴ്സ് സെഷൻസ് നമ്മൾ ലൈവായിട്ട് തന്നെ കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ പത്രം വായിച്ചവർക്കാണെങ്കിൽ ആ സെഷൻസ് നന്നായി എൻജോയ് ചെയ്യാൻ പറ്റും. സോ എപ്പോഴും ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതാണ്, എന്നാലും അതൊന്ന് ശരിയായ രീതിയിൽ നമ്മൾ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ വൻ പരാജയം ഉണ്ടായി പോകുന്നത്. അതുകൊണ്ട് വീണ്ടും ഊന്നി പറയാണ്, പ്ലാനിങ് യുവർ പ്രിപ്പറേഷൻ ഈസ് ഇമ്പോർട്ടൻറ്റ്, ബട്ട് കീപ്പിംഗ് ഓൺ പ്ലാനിങ് വിത്തൗട്ട് എവർ സ്റ്റാർട്ടിങ് വിൽ നോട്ട് ഹെൽപ്പ്. എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യം, നമ്മൾ പ്ലാനിങ് ഇമ്പോർട്ടൻ്റ് ആണ്, പ്രിപ്പറേഷൻ പ്ലാൻ ചെയ്യുക എന്നുള്ള ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷെ എല്ലാ ദിവസവും പ്ലാൻ ചെയ്ത് പോയാൽ ഒരിക്കലും ഇത് സ്റ്റാർട്ട് ചെയ്യുന്നില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ്, അല്ലേ? അത് ശരിയാവില്ലല്ലോ. അപ്പോൾ അത് നമ്മൾ ഈ തേങ്ങയും കൊണ്ട് നടക്കുക, ഇപ്പോഴെറിയും എറിഞ്ഞാൽ പൊട്ടിത്തെറിക്കും എന്നുള്ള രീതിയിൽ പറഞ്ഞുകൊണ്ടിരിക്കുക എന്നല്ലാതെ എറിയാതിരുന്നാൽ എന്ത് ചെയ്യും? അതാണ് ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ ആക്ഷൻ എടുത്താൽ, അതായത് ഞാൻ പഠിച്ചു കഴിഞ്ഞാൽ 1 റാങ്ക് കിട്ടും, ഞാൻ അതിനു വേണ്ടി പ്ലാൻ ചെയ്യുകയാണെന്ന് പറഞ്ഞുകൊണ്ട് പരീക്ഷയുടെ തലേന്ന് വരെ പ്ലാൻ ചെയ്തുകൊണ്ടിരുന്നാൽ നടക്കില്ല. അപ്പൊ ഇത് വളരെ പ്രധാനപ്പെട്ട, ചെയ്യാൻ പാടില്ലാത്ത ഒരു സാധനമാണ്. പ്ലാനിങ് ഈസ് ഇമ്പോർട്ടൻറ്റ്, ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. പക്ഷേ കീപ്പിംഗ് ഓൺ പ്ലാനിങ്, പ്ലാൻ ചെയ്തുകൊണ്ടേയിരിക്കുക, അൺഎൻഡിങ് പ്ലാനിങ് ആണ്. ഞാൻ പ്ലാൻ ചെയ്തുകൊണ്ടേയിരിക്കുക. ആയിക്കോട്ടെ, പ്ലാൻ ചെയ്തോളൂ, പക്ഷെ നിങ്ങൾ തുടങ്ങിയോ? നേരത്തെ പ്ലാൻ വെച്ചിട്ട് തുടങ്ങിയോ? എന്നിട്ട് റിഫൈൻ ചെയ്യുകയാണോ? ഇറ്റ്സ് ഗുഡ്. പക്ഷെ നിങ്ങൾ ഒന്നും ചെയ്യാതെ വീണ്ടും പ്ലാൻ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണെങ്കിൽ അത് ഡേഞ്ചറസ് ആണ്. സോ ദ
thing is that you have to start. ഇതാണ് ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യം. പ്ലാൻ ചെയ്തുകൊണ്ടേ ഇരിക്കുക. നീ എന്താ ചെയ്യുന്നത്? ഞാൻ ഇംഗ്ലീഷ് എങ്ങനെ പഠിക്കുന്നു പ്ലാൻ ചെയ്യാണ്. ഇന്നലെ എന്തായാലും ചെയ്ത മലയാളം പ്ലാൻ ചെയ്താണ്. ഓക്കെ, ഇങ്ങനെ എല്ലാ ദിവസവും പ്ലാൻ ചെയ്ത് പരീക്ഷയുടെ തലേന്നും ഇനി ഇതെല്ലാം കൂടി എങ്ങനെ പഠിക്കുന്നു പ്ലാൻ ചെയ്യുമ്പോഴത്തേക്ക് പരീക്ഷ കഴിഞ്ഞു. അതിന് പകരം മേക്ക് എ പ്ലാൻ, സ്റ്റാർട്ട് ഇംപ്ലിമെന്റിങ് ഇറ്റ്. സേ യു ഫൈൻഡ് സംതിങ്, say something not as productive as you thought it to be, change it. അഡ്വൈസ് എടുക്കും. നിങ്ങൾ എപ്പോഴും എന്താ വെച്ചാൽ എല്ലാം അറിയാന്ന് വിചാരിച്ചിരിക്കരുത്. അറിയാത്തത് അറിയുമെന്ന് നിങ്ങൾ കരുതുന്നവരോട്, ഈ മേഖലയിലെ പ്രമുഖന്മാരായിട്ടുള്ള ആൾക്കാരുണ്ട്, സ്ഥാപിക്കപ്പെട്ട ആൾക്കാരോട്, അവര് എസ്റ്റാബ്ലിഷ്ഡ് ആണ്, അവർക്ക് അറിയാം ഇതെന്താ ചെയ്യുന്നത്, ചോദിക്കുക. അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഒട്ടും വിട്ടുവീഴ്ച ചെയ്യാതിരിക്കുക. അപ്പോൾ ഓർക്കുക, സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പരീക്ഷയിൽ വിജയിച്ച് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ആകാൻ താല്പര്യപ്പെടുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ പ്ലാൻ ചെയ്തുകൊണ്ടേ ഇരുന്നാൽ പോരാ, സ്റ്റാർട്ട് ചെയ്യണം. ഈ പോസിബിൾ ടുഡേ ഇറ്റ്സെൽഫ്. ഓക്കെ, പ്രിലിംസ് ആൻഡ് മെയിൻസ്. പേര് കേട്ടാ അറിയാം. The name suggests mains is important. So no plan without a plan for mains will work. എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യം അത്. നമ്മൾ പരീക്ഷയിൽ എന്ത് ചെയ്യുന്നു എന്ന് ചോദിക്കുന്നു, നമ്മൾ പഠിക്കുന്നു എന്ന് പറയുന്നു. ഓക്കെ, എന്തിനു പഠിക്കുന്നു? സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ്. പക്ഷെ എന്തായിരിക്കും പഠിക്കുന്നത്? മിക്കവാറും പ്രിലിംസ് പരീക്ഷ ഓറിയന്റഡ് ആയിട്ടായിരിക്കും പഠിക്കുന്നത്. മനസ്സിലുണ്ടാവുന്ന സംഗതി എന്താണ്? ഇത് കിട്ടിക്കഴിഞ്ഞാൽ മറ്റേത് നോക്കാം, 1 മാസം ഉണ്ടാവില്ലേ, 2 മാസം ഉണ്ടാവില്ലേ, ഞാൻ ഉറക്കൊഴിഞ്ഞ് പഠിക്കും. ഇതൊക്കെ വെറുതെയുള്ള കഥകളാ. അതൊന്നും നേരത്തെ ഞാൻ പറഞ്ഞ പ്ലാനിങ്ങിന്റെ അതർ എക്സ്ട്രീമാണ്. നിങ്ങൾ യു ഹാവ് ടു സേ ഓൾവേസ് സ്റ്റാർട്ട് എ ജേർണി. ഞാൻ എപ്പോഴും പറയാറുണ്ട്, എന്റെ സ്റ്റുഡൻസിനോടൊക്കെ പറയാം, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ് അത്, ബിഗിൻ with the end in mind. നിങ്ങൾ അവസാനം എന്താണ് വരാൻ പോകുന്നത് കണ്ടറിഞ്ഞുകൊണ്ട് ഇപ്പോഴേ തുടങ്ങാം. ബിഗിൻ വിത്ത് ദ എൻഡ് ഇൻ മൈൻഡ് എന്ന് പറഞ്ഞാല് പ്രിലിംസ് ആൻഡ് മെയിൻസ് എന്ന് പറഞ്ഞാൽ തന്നെ ആൾക്കാർക്ക് മനസ്സിലാക്കാം, ഇന്റലിജന്റ് ആണെങ്കിൽ ഏതാണ് പ്രധാനം. മെയിൻസ് എന്ന് പറഞ്ഞാൽ മുഖ്യ പരീക്ഷയാണ്. അപ്പൊ ഏതാണ് മുഖ്യം? മന്ത്രിമാരിൽ ഒരാൾക്ക് മുഖ്യമന്ത്രി എന്ന് പേരുണ്ടെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട മന്ത്രി ആരാന്ന് പിന്നെ ചോദിക്കേണ്ടതില്ലല്ലോ, മുഖ്യമന്ത്രിയാണ്. അല്ലെങ്കിൽ നമ്മള് സെൻട്രലാണെങ്കിൽ പ്രധാനമന്ത്രി എന്ന് പറഞ്ഞാൽ മന്ത്രിമാരിൽ ഒരാൾ പ്രധാനമന്ത്രിയാണ്. അതുപോലെ പരീക്ഷകൾ രണ്ടുണ്ട്. അതിൽ ഒന്ന് മുഖ്യ പരീക്ഷയാണ്, മെയിൻ പരീക്ഷയാണ്. അപ്പൊ ഏറ്റവും പ്രധാനം ഏതാ? നോ ക്വസ്റ്റ്യൻ ആസ്ക്ഡ്, മെയിൻസ് ആണ്. അതേസമയത്ത് പ്രിലിംസ് പ്രധാനപ്പെട്ടതല്ലേ? ആണ്. പ്രിലിംസ് പാസ്സായാലേ മെയിൻസ് എഴുതാൻ പറ്റൂ. അപ്പൊ പ്രിലിംസും പാസ്സാകണം, മെയിൻസും വേണം. പ്രിലിംസ് മാത്രം പാസ്സായാൽ മതി എന്ന് വിചാരിച്ചാൽ നടക്കില്ല. പ്രിലിംസ് പാസ്സായി കഴിഞ്ഞിട്ട് ദുഃഖിക്കേണ്ടി വരും. അതിന് പകരം മെയിൻസിന് 2 പേപ്പർ ഉണ്ടെന്നും, പ്രിലിംസിന്റെ ഒരു പേപ്പർ, പ്രിലിംസ് പഠിക്കുന്നതിന്റെ കൂടെ തന്നെ ഒന്നുകൂടി ആഞ്ഞ് പഠിച്ചാൽ മെയിൻസിന്റെ ഒരു പേപ്പർ കൂടെ അതിന്റെ കൂടെ പോരുമെന്നും, മെയിൻസിന്റെ 2ാമത്തെ പേപ്പറിന് തികച്ചും വ്യത്യസ്തമായ ഒരു അപ്രോച്ച് നല്ലതാണ് എന്നുമുള്ളൊരു ബോധത്തോടു കൂടി ഡേ 1 മുതൽ സ്റ്റാർട്ട് ചെയ്യണം. അതാണ് വേണ്ടത്. സ്റ്റാർട്ട് ചെയ്യണം. ഡേ മുതൽ പ്ലാൻ ചെയ്താൽ പോരാ. പ്ലാൻ ചെയ്യുന്നത് മാത്രമാകുമ്പോൾ അത് എവിടെ എത്തിക്കില്ല. ആക്ഷനും കൂടി വേണം. അപ്പൊ ഇത് മറക്കാതിരിക്കുക. മെയിൻസ് വേണം. മെയിൻസിന്റെ പ്ലാൻ ഇല്ലാതെ ഒരു പ്ലാനും ഉണ്ടാക്കാതിരിക്കുക. Do not be scared away by unknown or hitherto unknown areas. The syllabus have more untraversed areas of knowledge, but never ever give up. അതായത് സിലബസ് ഇങ്ങനെ എടുത്ത് നോർത്തി നോക്കുമ്പോൾ, മെയിൻസിന്റെ സിലബസ് എടുത്ത് നോർത്തി നോക്കുമ്പോൾ, നേരത്തെ ഒരുപക്ഷെ സിവിൽ സർവീസ് പരീക്ഷ പോലുള്ള പരീക്ഷകൾക്കോ അല്ലെങ്കിൽ KS പോലുള്ള പരീക്ഷകൾക്കോ പ്രിപ്പയർ ചെയ്യാൻ മനസ്സൊരുക്കം നടത്തിയിട്ടില്ലാത്ത ആൾക്കാർക്ക് പെട്ടെന്ന് തോന്നുന്ന ഒരു സംഗതി, അയ്യോ ഈ പേപ്പർ 2 ഒക്കെ എങ്ങനെ പഠിക്കും, ഇതെനിക്ക് സാധിക്കുമോ, ഞാൻ ഇതുവരെ നോക്കാത്ത കുറെ സംഗതികളുണ്ടല്ലോ എന്നൊക്കെയാണ്. അപ്പൊ അതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അങ്ങനെ ചെയ്യരുത്. അങ്ങനെ ചെയ്യരുത് പറഞ്ഞാൽ നോക്കിയുടനെ തന്നെ ഇത് പറ്റില്ല എന്ന് പറഞ്ഞ് ഗിവ് അപ്പ് ചെയ്യരുത്. പകരം എന്ത് ചെയ്യുക? അറിയാത്ത മേഖലകളെ പറ്റി പേടിക്കാതിരിക്കുക. എനിക്ക് അറിയില്ല എന്നതിന്റെ അർത്ഥം എനിക്ക് സാധിക്കില്ല എന്നല്ല. ഞാൻ അറിയും, അറിഞ്ഞ് എടുക്കും, പിടിച്ചെടുക്കും എന്ന് തീരുമാനിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട. ഒരു ഫൈറ്ററെയാണ് ആവശ്യം. നിങ്ങളെല്ലാവരും ചെയ്യേണ്ട ഒരു കാര്യം അതാണ്. എനിക്കറിയാത്ത മേഖലകൾ ഉണ്ടാകും, ഞാൻ പഠിച്ചെടുക്കും. എനിക്കൊരു ചെറിയ കൈത്താങ് കിട്ടിയാൽ മതി. ആ ഒരു ഫീലിംഗ് ആയിരിക്കണം ഉണ്ടാവുന്നത്. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങളെ സഹായിക്കാൻ ഒരുപാട് പുസ്തകങ്ങൾ അവൈലബിൾ ആയിരിക്കും, ഒരുപാട് പബ്ലിക്കേഷൻസ് അവൈലബിൾ ആയിരിക്കും. കോച്ചിങ് നല്ല രീതിയിൽ സിസ്റ്റമാറ്റിക് ആയി, ഒരുപാട് ഘോഷായിട്ടല്ല, അത് സിസ്റ്റമാറ്റിക് ആയിട്ട് നിങ്ങളെ മനസ്സിലേക്ക് ഇറങ്ങി ചെയ്യുന്ന ഒരു തരത്തിലുള്ള കോച്ചിങ്ങുകൾ, വിന്നിംഗ് സ്ട്രാറ്റജി കോച്ചിങ്ങുകൾ അവൈലബിൾ ആണ്. ഡയറക്ഷനൊക്കെ വളരെ സീരിയസ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങൾ ചെയ്യാം. അപ്പൊ ശ്രദ്ധിക്കേണ്ടത്, സിലബസിൽ അയ്യോ ഇത് അറിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ പരീക്ഷയിൽ നിന്ന് ഓടിപ്പോകരുത്. പകരം അറിയാത്തത് എന്തെന്നൊന്നുകൂടെ അടുത്തേക്ക് നിന്ന് നോക്കുക. അതിൽ എന്തെങ്കിലും അറിയുന്നുണ്ടോ നോക്കുക. പഠിക്കാൻ എവിടെ തുടങ്ങണം എന്നുള്ളതെങ്കിലും മനസ്സിലാവുന്നുണ്ടോ നോക്കുക.
ഇത് പിടിച്ചെടുക്കണം, ഇതിന് എത്ര മാർക്കുണ്ട്, ഇതിൽ എത്ര മാർക്ക് എനിക്ക് പിടിച്ചെടുക്കാൻ പറ്റുമെന്നുള്ളത്, അതെങ്ങനെ എനിക്ക് പറ്റും എന്നുള്ളതിനെ പറ്റി ആലോചിക്കുക. ഇതാണ് ചെയ്യേണ്ടത്. പിന്നെ വേറെ ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യമാണ് നോ ഗ്രൂപ്പ് സ്റ്റഡി വിത്തൗട്ട് ഇന്റൻസീവ് ഇൻഡിവിജ്വൽ ലേണിംഗ് വിൽ ഹെൽപ്പ്. നോ ഗ്രൂപ്പ് സ്റ്റഡി വിത്തൗട്ട് ഇന്റൻസീവ് ഇൻഡിവിജ്വൽ ലേണിംഗ് വിൽ ഹെൽപ്പ്. അതായത് സാധാരണ ഇപ്പോഴത്തെ ഒരു ഫാഷനാണ് എന്താണ് ഗ്രൂപ്പ് സ്റ്റഡി. നമുക്ക് കമ്പൈൻ സ്റ്റഡി ആക്കിയാൽ നല്ലതാണ്, കമ്പൈൻ സ്റ്റഡി ഒക്കെ നല്ലതാണ്. പക്ഷേ കമ്പൈൻ സ്റ്റഡിക്ക് വരുന്നതിന് മുമ്പ് ഇൻഡിവിജ്വലായിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് അത് എൻജോയ് ചെയ്ത് ഓരോ ഏരിയയിലും മുന്നേറ്റം ഉണ്ടാക്കാത്ത 4 or 5 ആൾക്കാർ ഒന്നിച്ചിരുന്ന് കഥ പറഞ്ഞിരിക്കുന്നതിനെ നമുക്ക് കമ്പൈൻ സ്റ്റഡി എന്ന് വിളിക്കാൻ പറ്റില്ല. ദിവസവും രാവിലെ ഒരു 9 മണിക്കോ 10 മണിക്കോ വന്നിരുന്നിട്ട് 5-6 മണി വരെ ഇരിക്കുന്നുണ്ട് എന്നല്ലാതെ പ്രത്യേകിച്ചൊന്നും പഠിക്കാത്തതിനെ പറ്റി ചർച്ച ചെയ്ത് ഈ സിലബസ് എന്താ ഇങ്ങനെ ആയതിനെ പറ്റി ചർച്ച ചെയ്ത് ഇത് കുറച്ചുകൂടി നേരത്തെ ഇവർക്ക് സിലബസ് വിട്ടുകൂടായിരുന്നു എന്ന് ചോദിച്ച് അങ്ങനെ തള്ളി നീക്കാനുള്ള നല്ല സമയം. പകരം എന്താ വെച്ചാൽ നിങ്ങളുടെ വീക്ക് ഏരിയ, നിങ്ങളുടെ കോർ ഏരിയ എല്ലാം തീരുമാനിക്കണം. ഇതാണ് കോർ ഏരിയ, പരീക്ഷയുടെ കോർ ഏരിയ ഇതാണ്. സോ ദ കോൺസെപ്റ്റ് ഓഫ് കോർ. പിന്നെ അതിന്റെ കൂടെ തന്നെ വേണ്ട ഒരു കോൺസെപ്റ്റ് എന്താണ്? വീക്ക്. എന്താണ് നിങ്ങളുടെ വീക്ക് ഏരിയ? വീക്ക് ഏരിയ എന്താണ്? പരീക്ഷയുടെ കോർ ഏരിയ എന്താണ്? ഈ കോർ ഏരിയയിൽ വീക്ക് ഏരിയ ഉണ്ടോ? പരീക്ഷയുടെ കോർ ഏരിയ നിങ്ങളുടെ വീക്ക് ഏരിയ ഉണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ അതാണ് നമ്മൾ ഇവിടെ നേരത്തെ പറഞ്ഞ ഒരു നമുക്ക് മനസ്സിലാവാത്ത സിലബസ് ഡിഫിക്കൽട്ട് ആവുന്ന ഏരിയ എന്ന് പറയുന്നത്. അപ്പൊ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാല് വീക്ക് ഏരിയയില് എല്ലാവർക്കും ഒരേ ഏരിയ വീക്ക് ആവില്ല. കമ്പൈൻ സ്റ്റഡിയെ പറ്റി ഓർക്കേണ്ടത് നിങ്ങളുടെ സ്ട്രോങ് ഏരിയയിലും നിങ്ങളുടെ റിലേറ്റീവ്ലി സ്ട്രോങ് ഏരിയയിലും അത്ര തന്നെ പ്രയാസമില്ലാത്ത ഏരിയയിലുമൊക്കെ വളരെ ഇന്റൻസീവ് ആയിട്ട് ആക്ടിവിറ്റീസ് നടത്തി സെൽഫ് പ്രിപ്പറേഷൻ നടത്തി അതിൽ സ്ട്രോങ് ആയിട്ട് വരണം. വളരെ സ്ട്രോങ് ആയി ഏത് ചോദ്യം വന്നാലും എനിക്ക് പറ്റും എന്നുള്ള കോൺഫിഡൻസ് ലെവലിലേക്ക് വന്നാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ വീക്ക് ഏരിയയിൽ ആ വീക്ക് ഏരിയ സ്ട്രോങ് ആയിട്ടുള്ള അതുപോലെ തന്നെ ഇൻഡിവിജ്വലി വളരെയധികം അധ്വാനിച്ച് അതൊരു വലിയ ആ ഭാഗത്തിന്റെ ഒരു അധിപനായി മാറിയിട്ടുള്ള മറ്റൊരാളുമായി ചേർന്ന് നിങ്ങളുടെ വീക്ക് ഏരിയ നിങ്ങൾക്ക് പരിപോഷിപ്പിക്കാം. അതുപോലെ തന്നെ മറ്റേ ആളുടെ വീക്ക് ഏരിയ നിങ്ങളുടെ സ്ട്രോങ് ഏരിയ ആണെങ്കിൽ അയാൾ അവിടെ ഹെൽപ്പ് ചെയ്യാം. ഞാൻ 1-2 പേര് വേണമെന്നല്ല, ഒരു 4-5 പേരോ അല്ലെങ്കിൽ 3 പേരോ ഒക്കെ ഉള്ള ഗ്രൂപ്പുകളാണ് സാധാരണ കമ്പൈൻ സ്റ്റഡിക്ക് എഫക്റ്റീവ് ആകാറുള്ളത്. ഈവൻ നമ്പേഴ്സ് അത്ര എഫക്റ്റീവ് ആകാറില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു അനുഭവം. സോ കഥ പറഞ്ഞിരുന്നു പോകുന്നതുകൊണ്ടാണ് അങ്ങനെ കാര്യങ്ങൾ ഒഴിവാക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പൊ അതൊന്ന് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാല് എപ്പോഴും ഈ ആൾക്കാർ കൂടെ ഇരിക്കാൻ നമുക്ക് ഒന്നിച്ച് പഠിക്കുക എന്നുള്ളതിന്റെ സാധനം ഒരു മെജോറിറ്റി ഫീലിംഗ് ആണ്. എല്ലാവരും പരീക്ഷയെ പറ്റി കുറച്ച് അഭിപ്രായമൊക്കെ പറഞ്ഞ് PSC അങ്ങനെ ചെയ്യോ, PSC ഇങ്ങനെ ചെയ്യോ എന്നുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട സംഗതി എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ഒരു മെജോറിറ്റി ഡിസിഷനിലൂടെ അല്ലല്ലോ പരീക്ഷയുടെ റാങ്ക് തീരുമാനിക്കുന്നത്. എല്ലാവരും ചർച്ച ചെയ്ത് അയ്യോ ഇത് ബുദ്ധിമുട്ടാണ്, ഇത് എളുപ്പമാണ്, ഇത് പഠിക്കാനാവില്ല, ഇത് പഠിക്കാനാവും എന്നൊക്കെ പറഞ്ഞുകൊണ്ടല്ല. PSC ഒരു ഈ സെക്രട്ടറി ടെസ്റ്റിന്റെ പരീക്ഷയെ സംബന്ധിച്ചിടത്തോളം 300 ചോദ്യങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. കോഡുകൾ കുറെയൊക്കെ നല്ലതാണ്. ഒരുപാടായി കഴിഞ്ഞപ്പോൾ നമ്മൾ ഒരിക്കലും മറക്കാത്ത പല കോഡുകളുണ്ട്. ഇപ്പൊ പിബ്ജിയോർ എന്നുള്ള ആയി കഴിഞ്ഞപ്പോൾ നമ്മൾ ഒരിക്കലും മറക്കാത്ത പല കോഡുകളുണ്ട്. ഇപ്പൊ പിബ്ജിയോർ എന്നുള്ള കോഡൊക്കെ നമുക്ക് മറക്കാം. അത് മനസ്സിൽ കിടക്കുന്നതും വലിയ തെറ്റില്ലാതെ ഓർത്തെടുക്കാൻ പറ്റുന്നതാണ്. പക്ഷെ അതേ സമയത്ത് നമ്മുടെ സ്വാതന്ത്ര്യ സമരവുമായിട്ട് ബന്ധപ്പെട്ടത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട നമ്മളുടെ സ്വാതന്ത്ര്യ സമര സേനാനികളെ പറ്റി അല്ലെങ്കിൽ സംഭവങ്ങളെ പറ്റി അല്ലെങ്കിൽ സയൻസ് ആൻഡ് ടെക്നോളജി ഫാക്ട്, അതല്ലെങ്കിൽ ഇന്ത്യൻ ജിയോഗ്രഫിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, കേരള സാമ്പത്തിക വ്യവസ്ഥയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇതൊക്കെ ഓർക്കാൻ വേണ്ടി അപ്സൈഡ് ആയിട്ടുള്ള കുറെ വേർഡ്സ് ഒക്കെ ബൈഹാർട്ട് പഠിച്ചു വെക്കുന്നതിനേക്കാൾ നല്ലത് ഇത് തന്നെ നേരിട്ട് പഠിക്കുന്നതല്ലേ. അതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ കോഡുകളുടെ പിന്നാലെ ഒന്നും പോകേണ്ട ടൈപ്പ് ഓഫ് എക്സാമിനേഷൻ അല്ല. സിവിൽ സർവീസ് പരീക്ഷ, അതുപോലെ തന്നെ KS പരീക്ഷ, ഇപ്പൊ സെക്രട്ടറി ടെസ്റ്റിൽ പരീക്ഷയൊന്നും തന്നെ നിങ്ങൾക്ക് ബൈഹാർട്ട് ചെയ്യാൻ മാത്രമുള്ള കഴിവോ കോഡുകൾ ഉപയോഗിച്ച് മെമ്മറി സൂക്ഷിക്കാനുള്ള കഴിവോ പരീക്ഷിക്കുന്നതല്ല എന്ന് മറന്നു പോവുക എന്നുള്ളതാണ് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത മറ്റൊരു തെറ്റ്. ഒരിക്കലും നിങ്ങൾ എന്തിന്റെ കൂടെ പോകണ്ട. കോഡ് നിങ്ങൾ ഉണ്ടായിക്കോ, നിങ്ങൾ സ്വന്തമായിട്ട് ഒരു കോഡ് ഉണ്ടാക്കി അത് നിങ്ങൾ ഓർക്കുകയാണെങ്കിൽ നല്ലതാണ്. പക്ഷെ മറ്റുള്ളവർ ഉണ്ടാക്കി തരുന്ന കോഡ് നിങ്ങൾ ബൈഹാർട്ട് ചെയ്യുന്നതിനേക്കാൾ ഏറ്റവും നല്ലത് നിങ്ങൾ ഈ കാര്യം തന്നെ 4 തവണ വായിക്കുക, 2 തവണ കേട്ട് നോക്കുക, ഒന്ന് പറഞ്ഞു നോക്കുക, നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഒന്ന് എഴുതി നോക്കുക. നിങ്ങൾക്ക് സ്വന്തമായിട്ട് കിട്ടും. അങ്ങനെയാണ് ഏറ്റവും നല്ലത്. കാരണം അത് മനസ്സിൽ വേരുറപ്പിക്കുന്ന, ആഴത്തിലേക്ക് ഇറങ്ങുന്ന ആ ഒരു രീതി തന്നെയാണ് ഇവിടെ അത്യാവശ്യം, മറക്കാതിരിക്കുക. പിന്നെ ഈ പരീക്ഷ ഞാൻ നേരത്തെ പറഞ്ഞു എപ്പോഴും ആക്റ്റീവ് ഇൻ റീഡിങ് ആൻഡ് ഗ്യാതറിങ് ദ റിക്വയർഡ് ഇൻഫർമേഷൻ ആയിരിക്കണം. അതേ സമയത്ത് പ്രാക്ടീസ് ചെയ്യാൻ സമയം കണ്ടെത്തണം. അതായത് നമ്മളിങ്ങനെ വായിച്ചുകൊണ്ടേയിരിക്കണം, കൂടുതൽ ഇൻഫർമേഷൻ ഗ്യാദർ ചെയ്തുകൊണ്ടേയിരിക്കണം.
അത് ഗ്യാദർ ചെയ്തുകൊണ്ടിരുന്നാൽ മാത്രം പോരാ, ഒന്ന് പ്രാക്ടീസ് ചെയ്തിട്ട് അത് നമ്മുടേതാക്കി മാറ്റുകയും ചെയ്യണം. നമ്മൾ ഇൻഫർമേഷൻ ഗ്യാദർ ചെയ്യുന്നത് നിനക്ക് അറിയുമോ എന്ന് നമ്മൾ സ്വയം ചോദിക്കുകയോ, നിനക്ക് അറിയുമോ എന്ന് നമ്മളോട് ചോദിക്കുന്ന പരീക്ഷകൾ എഴുതുകയോ മറ്റും ചെയ്യുമ്പോഴാണ് അറിയുമോ എന്നുള്ളൊരു ആക്ടിവിറ്റി അവിടെ നടക്കുന്നത്. ആ ആക്ടിവിറ്റിക്ക് അറിയില്ലാത്തത് നമുക്ക് നമ്മളെ ശ്രദ്ധയപ്പെടുക, അത് അറിയില്ല എന്നുള്ളത്. അപ്പൊ നമ്മൾ ഒന്നുകൂടി റിവൈസ് ചെയ്ത് നമ്മുടെ ഇതാക്കി മാറ്റും. ഇത് എപ്പോഴും ഓർക്കുക, ബി ആക്റ്റീവ് ഇൻ റീഡിങ് ആൻഡ് ഗ്യാദറിംഗ് ദ റിക്വയർഡ് ഇൻഫർമേഷൻ, ബട്ട് ഫൈൻഡ് ടൈം ടു പ്രാക്ടീസ് ആൻഡ് അസിമിലേറ്റ്. ഒരിക്കലും മറക്കാൻ പാടില്ലാത്ത, തെറ്റ് വരുത്താൻ പാടില്ലാത്ത ഒരു ഏരിയ അത്. സാധാരണഗതിയിൽ വായിച്ചുകൊണ്ടേയിരിക്കും, ഒരുപാട് ആൾക്കാർ നോട്ടുകൾ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. പക്ഷെ ഇതൊന്നും റിവൈസ് ചെയ്യുകയോ പ്രാക്ടീസ് ചെയ്യുകയോ പഠിച്ച് സ്വന്തമാക്കി മാറ്റുകയോ ചെയ്യാതെ പരീക്ഷയുടെ അടുത്ത് ദിവസങ്ങളിലെത്തുമ്പോൾ പാനിക് ആവുന്ന ഒരുപാട് ആൾക്കാരെ കാണാറുണ്ട്. ഈ മിസ്റ്റേക്ക് സെക്കൻഡറി ടെസ്റ്റിന്റെ പരീക്ഷ 1ാം റാങ്ക് നേടിയെടുക്കാൻ ആഗ്രഹിച്ച് അതിനുവേണ്ടി പ്ലാൻ ചെയ്തിറങ്ങുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ ഒരിക്കലും ചെയ്യരുത്. ഓക്കെ. പിന്നെ എപ്പോഴും ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഫൈൻഡ് ദ പ്രിപ്പറേഷൻ ഇൻസ്പയറിംഗ്, ടാർഗറ്റ് ഹയർ എയിംസ് ആൻഡ് എക്സാംസ് ദാൻ ദിസ് ലൈക്ക് AS, IAS എക്സെട്ര. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, ഇത് നിങ്ങൾക്ക് എത്രമാത്രം ഉൾക്കൊള്ളാൻ പറ്റുമെന്നുള്ളത് എനിക്കറിയില്ല. പക്ഷെ നിങ്ങളിത് ഓർത്തു വെച്ചോളൂ. നമ്മൾ ഉയരാനുള്ള ഏറ്റവും വലിയ ഒരു സംഗതിയാണ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ്. ഇതാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പീക്ക് എന്ന് നമ്മൾ തീരുമാനിക്കുന്നതിന് പകരം ഇത് നമ്മൾ അടുത്ത മൗണ്ടന്റെ ബേസ് ആണെന്ന് തീരുമാനിക്കുന്ന ഒരാൾക്ക് ഈ ഒരു ഉയരം വലിയൊരു ഉയരമായി തോന്നില്ല. അതായത് നിങ്ങളെ യാത്ര തുടങ്ങുന്നത് ഇവിടുന്നാണ്, യാത്ര ഇവിടെ തുടങ്ങുന്നു. അപ്പൊ നമുക്ക് ഇതിന്റെ മുകളിൽ എത്തണമല്ലോ, സെക്രട്ടറി ടെസ്റ്റിന് ടോപ്പ് റാങ്ക് എത്തണമല്ലോ എന്ന് ഇത് മാത്രമാണ് ജീവിത ലക്ഷ്യം എന്നുള്ള രീതിയിൽ പ്ലാൻ ചെയ്യുന്നതിനേക്കാൾ ഉപകരിക്കുക ഇവിടെ എത്തിക്കഴിഞ്ഞാൽ എനിക്ക് പോകാൻ ഇതാ വേറെ ഒരു വലിയ ഹൈറ്റ് ഉണ്ട്, എനിക്ക് KS എഴുതാനുണ്ട്, എനിക്ക് IAS എഴുതാനുണ്ട് എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ ഇത്രയൊക്കെ പഠിക്കണോ, ഈ പരീക്ഷയ്ക്ക് ഇത്രയൊക്കെ പഠിക്കുന്നത് നഷ്ടമല്ലേ എന്ന് തുടങ്ങിയ കാര്യങ്ങൾ, ഇതൊക്കെ വായിച്ചു കൂട്ടണ്ടേ ഈ പരീക്ഷയ്ക്ക് എന്നുള്ള ചിന്തകളൊക്കെ മാറ്റിവെക്കാൻ പറ്റും. നമുക്ക് എല്ലാം ഇൻസ്പയറിംഗ് ആയി മാറും. പ്രിപ്പയർ ചെയ്യുന്നതുകൊണ്ട് ഗുണമുണ്ട്. അതായത് ഈ പരീക്ഷ കഴിഞ്ഞാൽ ഇത് കഴിഞ്ഞ് എനിക്ക് അടുത്ത പരീക്ഷ എഴുതാൻ പറ്റും. സിവിൽ സർവീസ് പരീക്ഷ എഴുതാനുള്ള ആൾക്കാരെ ഒന്നും ഓസോൺ പാളി തുളച്ച് താഴേക്ക് ഇറക്കുന്നതല്ല ദൈവം. പകരം സ്വന്തം കഴിവുകളിൽ നിന്ന് ഊർജം ഉൾക്കൊണ്ട് വായനകളിലൂടെ ഉണ്ടായ ആത്മവിശ്വാസത്തിൽ എനിക്ക് സാധിക്കുമെന്നുള്ളിൽ നിന്ന് ആരോ ഒന്ന് വെറുതെ പറയുന്നത് കേട്ട് നടന്നു തുടങ്ങിയവരാ സിവിൽ സർവീസിലൊക്കെ ആയിരുന്നു. അത് നിങ്ങൾക്ക് എഴുതാനുള്ള പരീക്ഷയാണെന്ന് മറന്നു പോകാതിരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ ഇതെന്താ വെച്ചാൽ വളരെ ഷോർട്ട് സൈറ്റഡ് ആയിട്ട് പ്രിലിംസ് പരീക്ഷ മാത്രം നോക്കി എഴുതുക, അല്ലെങ്കിൽ അതിലപ്പുറത്തേക്ക് പോകും മെയിൻസിന്റെ ഒരു പേപ്പർ മാത്രം അല്ല 2 പേപ്പർ മാത്രം, അതിനപ്പുറത്തേക്കും പോവുക. അതാണ് ഇൻസ്പയർ ചെയ്യാൻ. അതായത് ഈ പരീക്ഷ അപ്പുറത്തുള്ള പരീക്ഷ എഴുതാൻ തയ്യാറാവുക എന്നുള്ളതാണ് ശ്രദ്ധിക്കുക. നമ്മുടെ സ്ട്രാറ്റജി എപ്പോഴും അനലൈസ് ചെയ്ത സിലബസ്, പിന്നെ ചെറിയ രീതിയിലെങ്കിലും നിങ്ങൾക്ക് സിലബസ് ഒന്ന് അനലൈസ് ചെയ്ത് തന്നിട്ടുണ്ട്. പിന്നെ ബിഗിൻ വിത്ത് എൻഡ് ഇൻ മൈൻഡ് ഞാൻ പറഞ്ഞത് അനലൈസ് ചെയ്ത് പ്ലാൻ ഉണ്ടാക്കുക, ആക്ഷൻ തുടങ്ങുക. പിന്നെ വീക്ക്ലി ഡെയിലി എല്ലാം മോക്ക് ടെസ്റ്റ് ചെയ്യുക, പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻസ് എപ്പോഴും ചെയ്ത് നോക്കിക്കൊണ്ടിരിക്കുക. ഇപ്പൊ ഈ ഒരു പരീക്ഷയുടെ പ്രത്യേകത, ഇതിന് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ കിട്ടുമെന്നുള്ള ചിന്തകളൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവും, നല്ല ചിന്തകളാണ്. പക്ഷേ ഇതുപോലുള്ള പരീക്ഷകൾ പല ഭാഗത്തും നടക്കുന്നുണ്ട്. ഈ കേരളത്തിൽ തന്നെ PSCയിൽ പല പരീക്ഷകളും ഡിഗ്രി ലെവലിലുള്ള നടക്കുന്നുണ്ടല്ലോ. അതിന്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ നോക്കുക. സിലബസിൽ ഇതില്ലാത്തത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അല്ലാതെ നേരത്തെ സിലബസിലുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ ഒക്കെ നേരത്തെ ഉള്ളതല്ലേ. അപ്പൊ കഴിഞ്ഞൊരു 10 പരീക്ഷയിൽ എന്തൊക്കെ ചോദിച്ചത് നോക്കിയാലൊക്കെ അത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ഓക്കെ. പിന്നെ നമ്മളുടെ രീതികൾ ഓഫ്ലൈൻ ക്ലാസ്സസ്, ഓൺലൈൻ ബാച്ചസ് എല്ലാം ഉണ്ട്. ഏത് വേണം എന്നുള്ളത് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ യൂണിറ്റ്, റിവിഷൻ ടെസ്റ്റ്, ഫുൾ മോഡൽ ടെസ്റ്റുകൾ എല്ലാത്തിലും ഉണ്ട്. പിന്നെ ഓൺലൈൻ ആവുമ്പോൾ ആക്സസിബിലിറ്റിയും ഫ്ലെക്സിബിലിറ്റിയും ഒക്കെ ഉണ്ട് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കൊറോണയ്ക്ക് ശേഷമാണ് ഓൺലൈൻ എന്നുള്ളൊരു സംവിധാനത്തെ പറ്റി ഡയറക്ഷൻ ഞാനും ഒക്കെ ചിന്തിച്ചത്. എന്നാലും ഓൺലൈനിൽ തന്നെ നമുക്ക് ഒരുപാട് സ്റ്റുഡൻസ്, ഇപ്പോൾ അടുത്ത ദിവസമൊക്കെ നമ്മളുടെ HSSTയുടെ ഫിസിക്സിന്റെ ബാച്ച് ലോഞ്ച് വരുന്നുണ്ട് നാളെ. ഇപ്പോഴും അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ തവണ HSST ഏറ്റവും ടഫായിട്ടുള്ള എക്സാമുകളിൽ ഒന്നാണ് സയൻസിൽ HSST ഫിസിക്സിന്റെ എക്സാം. കഴിഞ്ഞ പ്രാവശ്യത്തെ റാങ്ക് ലിസ്റ്റില്, മെയിൻ ലിസ്റ്റിൽ ആകെ 101 പേരുള്ളതിൽ 68 പേര് ഡയറക്ഷന്റെ സ്റ്റുഡൻസ് ആണ്, ഓൺലൈൻ സ്റ്റുഡൻസ് ആയിരുന്നു. അതിൽ ആദ്യത്തെ 10 റാങ്കിൽ 8 1ാം റാങ്ക് മുതൽ ഡയറക്ഷന്റെ സ്റ്റുഡൻസ് ആണ്. ആദ്യത്തെ 50 റാങ്കുകൾ എടുക്കുകയാണെങ്കിൽ 36 റാങ്കുകൾ ഡയറക്ഷൻ സ്റ്റുഡൻസ് ആണ്. അതിൽ എല്ലാ ലിസ്റ്റിലും ഡയറക്ഷൻ സ്റ്റുഡൻസ് ആണ് വരുന്നത്. ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ളത് NVT എക്കണോമിക്സിന്റെ റിസൾട്ട് ആണ്. അതിലെ ഫസ്റ്റ് റാങ്ക്, 3rd റാങ്ക്, 6th 12th റാങ്കുകളൊക്കെ നമ്മുടെ സ്റ്റുഡൻസ് ആണ്. അപ്പോൾ റിസൾട്ട് വരുന്ന സമയത്ത് ഡയറക്ഷൻ ഉണ്ട്. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ നിങ്ങളോട് ഇപ്പൊ പറഞ്ഞതുപോലെ വളരെ വ്യക്തമായ പഠന പദ്ധതി, അതിനാണ് നമ്മൾ വിന്നിങ് സ്ട്രാറ്റജി എന്ന് പറയുന്നത്. വി ഹാവ് വാട്ട് ഈസ് കോൾഡ് എ വിന്നിങ് സ്ട്രാറ്റജി. അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ വരുന്ന ആൾക്കാർ ജയിക്കുന്നതിന്റെ പ്രധാന കാരണം ഇവിടെ ഒരു പദ്ധതി ഉള്ളതുകൊണ്ടാണ്. നിങ്ങൾ ആവശ്യപ്പെടുന്ന പദ്ധതി അതുകൊണ്ടില്ല എന്നുള്ളത് കൊണ്ടാണ്
ഇങ്ങനെ സംഭവിക്കുന്നത്. അത് പലപ്പോഴും ശ്രദ്ധിക്കാം. ചിലതൊക്കെ സ്ട്രാറ്റജി എടുക്കും. അപ്പൊ എല്ലാവരും അത് ചെയ്യുക, ഏറ്റവും ആത്മാർത്ഥമായും എൻജോയ് ചെയ്ത് അത് ചെയ്യുന്ന ആൾ ടോപ്പേഴ്സ് ആയിട്ട് മാറും. ഇതാണ് സംഭവിക്കുന്നത്. സോ ജസ്റ്റ് അതിനെപ്പറ്റി ഒന്ന് ആലോചിക്കുക. ഓൺലൈനിൽ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഓൺലൈൻ കോഴ്സിന്റെ പ്രത്യേകത 2 കാര്യങ്ങളാണ്. ഒന്ന്, എക്സ്പീരിയൻസും എഫക്റ്റീവ്നെസ്സും ഓഫ്ലൈൻ കോഴ്സസിലുള്ളതെല്ലാം നമ്മൾ ഓൺലൈനിലേക്ക് അവൈലബിൾ ആക്കുകയാണ് ചെയ്തത്. ഓൺലൈനിൽ ഓഫ്ലൈനിൽ എത്രമാത്രം നന്നായിട്ട് നമ്മൾ ചെയ്തിരുന്നു അതൊക്കെ കൂടുതൽ സൗകര്യം മികവോടുകൂടി ഓൺലൈൻ നമ്മൾ ലഭ്യമാക്കുകയാണ് ചെയ്തത്. പിന്നെ ലൈവ് സ്ട്രീമിംഗ് സെഷൻസ് ഉണ്ട്. ഇപ്പൊ നമ്മളൊരു യൂട്യൂബ് ലൈവാണ് ചെയ്യുന്നത്, അതുപോലെ ഗൂഗിൾ ലൈവോ അങ്ങനെ എന്തെങ്കിലും ആയിട്ട് എല്ലാ ആവശ്യത്തിനൊക്കെ ലൈവ് സെഷൻസ്, ലൈവ് മോട്ടിവേഷൻ സെഷൻസ്, ലൈവ് ഡൗട്ട് ക്ലിയറിംഗ് സെഷൻസ്, പിന്നെ സെലക്ട് ചെയ്തിരിക്കുന്ന ക്ലാസ്സുകൾ റെക്കോർഡർ അല്ലാതെ തരണമെന്ന് ഞങ്ങൾ തീരുമാനിക്കുന്ന സെഷൻസ് ലൈവായിട്ട് കിട്ടും. പിന്നെ റെക്കോർഡഡ് ക്ലാസ് എല്ലാം കിട്ടിക്കഴിഞ്ഞാൽ പരീക്ഷയുടെ അടിസ്ഥാനത്തിലുള്ള ഡൗട്ട് ക്ലിയറിംഗ് ലൈവ് സെഷൻസ് കൊടുക്കാറുണ്ട്. റെക്കോർഡഡ് വീഡിയോ സെഷനിൽ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു, ഏതെങ്കിലും ക്ലാസ് ഒക്കെ നിങ്ങൾ മിസ്സായി പോയാൽ ആ ക്ലാസ്സുകൾ റെക്കോർഡറായിട്ട് സാധാരണഗതിയിൽ 90% നമുക്ക് റെക്കോർഡറായിട്ട് കിട്ടും. ഇനി ഗൂഗിളിൽ നിന്നൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നു, അതുകൊണ്ട് റെക്കോർഡ് ആയില്ല എന്നുള്ള കേസുകൾ വന്നു കഴിഞ്ഞാൽ തന്നെ ഒരു 5000-6000 മണിക്കൂറുള്ള ഒരു സംവിധാനത്തിൽ ഒരു മണിക്കൂർ വീഡിയോ മിസ്സാകുക അങ്ങനെ എന്തെങ്കിലും സംഭവിക്കാറുള്ളൂ. പിന്നെ ഓൺലൈൻ ടെസ്റ്റ് പേപ്പേഴ്സ്, നമ്മുടേതായ ആപ്പുകളുണ്ട്. അതിലൂടെ നിങ്ങൾക്ക് ഓൺലൈൻ ടെസ്റ്റ് പേപ്പറുകൾ എഴുതാൻ പറ്റും, നിങ്ങളുടെ സ്കോർ അറിയാൻ പറ്റും, നിങ്ങൾ അറ്റൻഡ് ചെയ്തതിന് പറ്റിയ റിപ്പോർട്ട് ഞങ്ങൾക്ക് ലഭ്യമാണ്. പിന്നെ സ്പെഷ്യൽ മോട്ടിവേഷൻ, നിങ്ങൾ അങ്ങ് തളർന്നു പോകാതിരിക്കാൻ നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ഒരു സംവിധാനമാണ് ഡയറക്ഷനിലെ മോട്ടിവേഷൻ ക്ലാസ്സുകൾ. അതെപ്പോഴും നിങ്ങൾക്ക് ഉണ്ടായിരിക്കുന്നതാണ്. പിന്നെ നമ്മൾ ഓൺലൈൻ കോഴ്സ് ആകുമ്പോൾ ബേസിക് ആയിട്ട് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. എല്ലാ ലൈവ് സെഷനും എപ്പോഴൊക്കെ ലൈവ് ഉണ്ടോ അത് അറ്റൻഡ് ചെയ്യുക. റെക്കോർഡ് കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അറ്റൻഡ് ചെയ്യാതിരിക്കരുത്. എല്ലാ റെക്കോർഡ് ക്ലാസ്സുകളും ഒരു ഡിലേയും ഇല്ലാതെ അറ്റൻഡ് ചെയ്യുക. പിന്നെ നേരത്തെ ഞാൻ പറഞ്ഞതാണ്, ഓരോ ക്ലാസ് കഴിയുമ്പോഴും കാണുമ്പോഴും പഠിച്ചതിന് ശേഷവും നോട്ട്സ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. നിങ്ങൾക്ക് പഠിക്കാനുള്ള ഷെഡ്യൂൾ ഉണ്ടാക്കുക. ആ പഠിക്കാവുന്ന ഷെഡ്യൂളിൽ ലേണിംഗ് വേണം, റിവിഷൻ വേണം, പിന്നെ ഇവാലുവേഷൻ, അതായത് നമ്മൾ പഠിച്ചത് ശരിയാണെന്നുള്ള ടെസ്റ്റുകൾ നടത്തണം. പിന്നെ ആ ഇവാലുവേഷന്റെ ബേസിൽ കറക്ഷൻ കോഴ്സുകൾ നടത്തണം. ഇത്രയും കാര്യങ്ങൾ മറന്നുപോയത്, ഇതെല്ലാം പ്രധാനപ്പെട്ടതാണ്. പിന്നെ ടെലിഗ്രാം ഗ്രൂപ്പ് ഉണ്ടാവും, നമ്മുടെ ഓൺലൈൻ ബാച്ച് ആയാലും ഓഫ്ലൈൻ ബാച്ച് ആയാലും. ആ ഗ്രൂപ്പിലെ ക്വസ്റ്റ്യൻസ് പോസ്റ്റ് ചെയ്യുക, ഡൗട്ട് പോസ്റ്റ് ചെയ്യുക. അതിൽ നമ്മളുടെ ടെസ്റ്റ് പേപ്പേഴ്സ് ഒക്കെ ഓരോ ദിവസവും ടെസ്റ്റ് പേപ്പേഴ്സ് ആയിട്ടോ അല്ലെങ്കിൽ സ്മോൾ ടെസ്റ്റ്, യൂണിറ്റ് ടെസ്റ്റുകൾ, മിനി ടെസ്റ്റുകളൊക്കെ ആയിട്ട് എപ്പോഴും ക്വസ്റ്റ്യൻസ് പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. അതിനൊക്കെ പ്രതികരിച്ച് അതിനൊക്കെ പിന്നെ അറ്റൻഡ് ചെയ്ത് നിങ്ങളും ആ ക്ലാസ്സിൽ അംഗമാണെന്ന് ഉറപ്പുവരുത്തി മുന്നോട്ട് പോകുക. സോ my dear friends, whether you think you can or you think you can't, you are right എന്ന് എൻട്രി ഫോർ പറഞ്ഞു. ബി പോസിറ്റീവ്. പല പ്രതിസന്ധികളും ഉണ്ടാകും. നിങ്ങളോട് ഇത് പറ്റില്ല എന്ന് പറയുന്നവര്, നെഗറ്റീവ് പറയുന്നവര്, അവരെ കൂടെ നിൽക്കരുത്. അവരോട് നോ പറയുക എന്നുള്ളതാണ് ചെയ്യേണ്ട ഒരു കാര്യം. ചെയ്യരുതാത്തത് എന്താ വെച്ചാൽ അവർ പറയുന്നത് കേട്ട് അതുപോലെ ചെയ്യാതിരിക്കുന്നതാണ്. അയ്യോ, കഴിഞ്ഞ പ്രാവശ്യം എഴുതിയപ്പോൾ എനിക്കിത് കിട്ടിയില്ല, കഴിഞ്ഞ പ്രാവശ്യം എഴുതിയപ്പോൾ എനിക്ക് അത് കിട്ടിയില്ല എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ടാവും. അവരുടെ അടുത്ത് പോയി ഇങ്ങനെ കാത് കൂർപ്പിച്ച് നിൽക്കരുത്. നെഗറ്റീവ് ശബ്ദങ്ങൾ നിറഞ്ഞിരിക്കുന്ന ലോകമാണ്. പോസിറ്റീവ് എന്തെങ്കിലും ഉണ്ടോ നോക്കുക. നെഗറ്റീവായി സംസാരിക്കുകയും നിങ്ങളെയും കൂടി പിന്നോട്ട് വലിക്കുകയും ചെയ്യുന്ന ആൾക്കാരിൽ നിന്ന് മാറി നിൽക്കുക, അകലം പാലിക്കുക. ദർ പോയിസണസ്, ഡേഞ്ചറസ്, കണ്ടേജിയസ്. വെറുതെ മനസ്സ് നനച്ചു കളയരുത്. നെവർ ഡാമ്പൻ യുവർ സ്പിരിറ്റ്. അലോ somebody to dampen your spirit. അതെപ്പോഴും ഓർക്കുക. നിങ്ങൾ സാധിക്കുമെന്നോ സാധിക്കില്ല എന്നോ കരുതിയാൽ നിങ്ങൾ ശരിയാണെന്ന് ഹെൻറി ഫോർഡ് പറഞ്ഞു കൊടുക്കുക. നിങ്ങൾ സാധിക്കുമെന്ന് കരുതുക, ഞാൻ ചെയ്യുമെന്ന് കരുതി മുന്നോട്ട് പോവുക. Get ready to celebrate your future success with us like thousands of our seniors, peers and even juniors. നിങ്ങളുടെ കുറേ സീനിയേഴ്സ്, നിങ്ങളുടെ കൂടെ പഠിച്ചു പിയേഴ്സ് ആയിട്ടുള്ളവര്, ഇനി ഇതിലെങ്കിലും നിങ്ങളുടെ ജൂനിയേഴ്സ് ഡയറക്ഷൻ എന്ന ഈ മഹാപ്രസ്ഥാനത്തിൽ വന്നിട്ട് സ്വന്തം കഴിവ് കൊണ്ട് ഞങ്ങളുടെ മിനി സ്ട്രാറ്റജി ഉപയോഗിച്ച് വിജയിച്ചു പോയിട്ടുണ്ട്. നിങ്ങൾ ഇത് കാണുന്ന ആൾക്കാരിൽ ചിലർക്കെങ്കിലും അങ്ങനെ നേരിട്ടൊരു അനുഭവം ഉണ്ടാവുമെന്ന് ഞാൻ തീർച്ചയായും വിശ്വസിക്കുന്നു. അതുപോലെ അവര് ആഘോഷിച്ചതുപോലെ നിങ്ങൾക്കും നിങ്ങളുടെ വിജയം ആഘോഷിക്കാൻ ഇന്ന് തീരുമാനിക്കാം. സോ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകും എന്ന് കരുതുന്നു. അപ്പോൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പരീക്ഷ എന്ന് പറയുന്നത് വലിയൊരു സാധ്യതയാണ്. കാരണം ഈ പരീക്ഷയുടെ സിലബസ്, പരീക്ഷ പേപ്പറുകൾ, 2 മെയിൻ പേപ്പറുകൾ എന്നൊക്കെ പറയുമ്പോൾ തന്നെ കുറെ ആൾക്കാരൊക്കെ അയ്യോ എനിക്ക് പറ്റുമെന്നൊക്കെ വിചാരിച്ച് മാറി നിൽക്കുന്നുണ്ടാവും. എല്ലാവരോടും ഞാൻ പറയാണ്, അപ്ലൈ ചെയ്യാൻ, അങ്ങ് നടന്നു തുടങ്ങുക, പ്ലാൻ ഉണ്ടാക്കുക, എന്നിട്ട് അഡ്വാൻസ് തുടങ്ങുക. ഇതാണ് എപ്പോഴും ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത് ഒരിക്കലും നഷ്ടമാകാതിരിക്കട്ടെ നിങ്ങളുടെ സ്പിരിറ്റ്. ഡയറക്ഷൻ നിങ്ങളുടെ കൂടെയുണ്ട്. ഡയറക്ഷനിലെ വിവിധ കോഴ്സുകളൊക്കെ
ഇപ്പോൾ ആരംഭിച്ചുകൊണ്ടിരിക്കുന്നു. സെക്രട്ടറി അസിസ്റ്റന്റിന്റെ ഓഫ്ലൈൻ ബാച്ച് അതുപോലെ തന്നെ ഓൺലൈൻ ബാച്ചുകളെല്ലാം തന്നെ അവൈലബിൾ ആണ്. സ്റ്റേഷനിലെ നമ്പറിൽ വിളിച്ച് നിങ്ങളുടെ കോഴ്സിന്റെ ഡീറ്റെയിൽ ആവശ്യപ്പെടാം. എല്ലാവരും തന്നെ ഇത് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇടയ്ക്ക് നിങ്ങൾക്ക് ഉപകരിക്കുന്ന തരത്തിലുള്ള ലൈവുകൾ ഉണ്ടായിരിക്കും. പിന്നെ അതുപോലെ തന്നെ റെക്കോർഡഡ് ക്ലാസ്സുകളോ വീഡിയോസോ ഒക്കെ ഇതിൽ വന്നുകൊണ്ടിരിക്കും, ഇൻഫർമേഷൻ തന്നുകൊണ്ടിരിക്കും. സോ ഇതിൽ താഴെ കാണിച്ചിരിക്കുന്ന നമ്പർ, ഈ നമ്പർ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ഈ നമ്പർ നോട്ട് ചെയ്തിട്ട് ഇതിലേക്ക് നിങ്ങൾക്ക് തീർച്ചയായിട്ടും മെസ്സേജുകൾ വിളിക്കാവുന്നതാണ്. അതിൽ വിളിച്ചാൽ മതി. അതിൽ വിളിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് കാര്യങ്ങളെല്ലാം പിടികിട്ടുന്നതായിരിക്കും. സോ വൺസ് അഗൈൻ ഐ വിഷ് യു ഓൾ ദി ബെസ്റ്റ്. ഡയറക്ഷന്റെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് എല്ലാ നന്മകളും നേരുന്നു. ജീവിതത്തിൽ വൻ വിജയം നേടിയെടുക്കാൻ സാധിക്കുന്ന മനോഹരമായ ഒരുപാട് നന്മകൾ കൊണ്ടുതരുന്ന ഒരുപാട് വിജയങ്ങളും ഐശ്വര്യവും നൽകുന്ന നല്ലൊരു വർഷമാകട്ടെ ഈ 2025 എന്ന് ആശംസിക്കുന്നു. താങ്ക് യു.